शांति शांति ओम शांति शांति। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। तुम हो कौन, कहाँ से आए, अपने आप को जानो। राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर तुम पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति ओम शांति ओम शांति। ഓം ശാന്തി. ഇന്ന് 10/11/2025 പ്രഭാതമുരളി. ബാബ कहते हैं मीठे बच्चे തൻ മൻ ധൻ അഥവാ മനസ വാച കർമ്മണ ऐसी सर्विस करो जो 21 जन्मों का बाप से एवजा मिले, परंतु सर्विस में कभी आपस में अनबनी नहीं होनी चाहिए. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, ശരീരം മനസ്സ് ധനം അഥവാ മനസ്സ വാച കർമ്മണ, നിങ്ങൾ ഇങ്ങനെയൊരു സേവനം ചെയ്യൂ, അതായത് 21 ജന്മത്തേക്ക് ബാബയിൽ നിന്നുള്ള സമ്പത്ത് ലഭിക്കുന്ന തരത്തിൽ. പക്ഷെ ബാബ പറയാണ്, സർവീസിൽ അതായത് സേവനത്തിൽ ഒരിക്കലും നിങ്ങൾ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കരുത് എന്ന് ബാബ പറയാണ്. സേവനത്തിൽ പരസ്പരം അഭിപ്രായ ഭിന്നതകൾ, അപസ്വരങ്ങൾ വരരുത്. അങ്ങനെ ശരീരം മനസ്സ് ധനം, അതുകൊണ്ട് നമ്മൾ 21 ജന്മത്തേക്ക് ബാബയിൽ നിന്നും സമ്പത്ത് പ്രാപ്തമാക്കുന്ന രീതിയിലുള്ള സേവനം ചെയ്യാൻ ബാബ പറയാണ്. ഈ ബാബ ചോദ്യം ചോദിക്കുകയാണ്, ഡ്രാമ അനുസാർ ബാബ जो सर्विस करा रहे हैं
ഉസ്മേം ഓർ തീവ്രത ലാനെ കി വിധി ക്യാ ഹേ. അതായത് ബാബ പറയാണ്, ഡ്രാമ അനുസരിച്ച് ബാബ ഏതൊരു സർവീസ്, അതായത് ഏതൊരു സേവനമാണോ ബാബ ചെയ്യിപ്പിക്കുന്നത്, അതിൽ ഒന്നുകൂടെ തീവ്രത കൊണ്ടുവരാനുള്ള വിധി എന്താണ്? ഡ്രാമ അനുസരിച്ച് ബാബ നമ്മൾ കുട്ടികളെ കൊണ്ട് സേവനം ചെയ്യിപ്പിക്കുന്നുണ്ട്, പക്ഷെ അതിൽ ഒന്നുകൂടെ തീവ്രത കൊണ്ടുവരാൻ ഉള്ള വിധി എന്താണെന്നാണ് ബാബയുടെ ചോദ്യം. ഉത്തർ, ആപ്പസ് മേം ഏക് മത് ഹോ, കബി കോയി കിട്ട് കിട്ട് നാ ഹോ. അപ്പോൾ ബാബ പറയാണ്, നിങ്ങൾക്ക് പരസ്പരം ഒരേ അഭിപ്രായമായിരിക്കണം, ഒരിക്കലും നിങ്ങൾ പരസ്പരം അപസ്വരങ്ങൾ ഉണ്ടാക്കരുത് എന്ന് ബാബ പറയാം. അഗർ കിട്ട് കിട്ട് ഹോഗി തോ സർവീസ് ക്യാ കരേങ്കെ. അപ്പോൾ ബാബ പറയാണ്, അഥവാ നിങ്ങൾ പരസ്പരം ഈ അപസ്വരങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് സേവനമാണ് ചെയ്യാൻ കഴിയുക എന്ന് ബാബ ചോദിക്കുക. ഇസ്ലിയെ ആപ്പസ് മേ മിൽക്കർ സംഗഠൻ ബനായേ റായ് കരോ, ഏക് ദോ കെ മദദ്ഗാർ ബനോ. അപ്പോൾ ബാബ പറയാണ്, അതുകൊണ്ട് ബാബ പറയാണ്, നിങ്ങൾ പരസ്പരം ഒരുമിച്ച് ചേർന്ന് ഒരു സംഘടന രൂപീകരിച്ച് നിങ്ങൾ അഭിപ്രായമെടുക്കൂ. അതുപോലെ പരസ്പരം നിങ്ങൾ സഹായികളായിട്ട് മാറൂ. അതാണ് ബാബ ഉത്തരം നൽകുന്നത്. ബാബ തോ മദദ്ഗാർ ഹേ ഹി പരന്തു ഹിമ്മത്തെ ബച്ചേ മദത്തെ ബാബ്. ഇത് ബാബ സഹായിയാണ്, പക്ഷെ ബാബ പറയുന്നത് ധൈര്യം ആര് വെക്കണം, ചുവടാര് വെക്കണം? കുട്ടികൾ. അതാണ്, ധൈര്യമുള്ള കുട്ടികൾക്ക് ബാബ തീർച്ചയായും സഹായിയായിരിക്കും. ഇസ്കെ അർത്ഥ കോ യഥാർത്ഥ സമജ്കർ ബഡേ കാര്യമേം മദദ്ഗാർ ബനോ. ബാബ പറയാണ്, ഇതിൻ്റെ അർത്ഥത്തെ യഥാർത്ഥ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഹിമ്മത്തെ ബച്ചേ മദത്തെ ബാബ് എന്നുള്ള ആ ഒരു ബാബ പറയുന്നുണ്ടല്ലോ, അതിൻ്റെ അർത്ഥത്തെ യഥാർത്ഥ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി മഹത്തായ കാര്യങ്ങളിൽ നിങ്ങൾ സഹായിയായിട്ട് മാറൂ എന്ന് ബാബ പറയാണ്. ഓം ശാന്തി. मीठे मीठे बच्चे यहाँ आते हैं रूहानी बाप के पास റിഫ്രഷ് होने. അപ്പോൾ ബാബ പറയാണ്, മധുരമായ കുട്ടികൾ ഇവിടെ വരുന്നത് എന്തിനാണ്? ആത്മീയ അച്ഛൻ്റെ അടുത്ത് കുട്ടികൾ വരുന്നത് റിഫ്രഷ് ആകാൻ വേണ്ടിയിട്ടാണ്. ജബ് റിഫ്രഷ് ഹോക്കർ വാപ്പസ് ജാത്തെ ഹേ തോ ജരൂർ ജാക്കർ കുച്ച് കർക്കെ ദിക്ലാനാ ഹേ. ബാബ പറയണ, നിങ്ങൾ എപ്പോഴാണോ റിഫ്രഷ് ആയിട്ടെല്ലാം മാറി തിരികെ പോകുന്നത്, അവിടെ പോയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും എന്തെങ്കിലും എല്ലാം ചെയ്ത് കാണിക്കണം. ഏക് ഏക് ബച്ചേക്കോ സർവീസ് കാ സബൂത്ത് ദേനാ ഹേ. അപ്പോൾ ബാബ പറയുന്നത്, ഓരോ കുട്ടിയും സേവനത്തിൻ്റെ തെളിവ് നൽകണമെന്ന് ബാബ പറയാം. ജയ്സേ കോയി ബച്ചേ കഹത്തെ ഹേ ഹമാരി സെൻറ്റർ കോൾനെ കി ദിൽ ഹേ. അതായത് ബാബ പറയാണ്, ചില കുട്ടികൾ ഇങ്ങനെ പറയും, ഞങ്ങൾക്ക് സെൻറ്റർ തുറക്കാനായിട്ട് ആഗ്രഹമുണ്ട്. ഗാവാടേമേം ബി സർവീസ് കർത്തേ ഹേന, നിങ്ങൾ ഗ്രാമങ്ങളിലും സർവീസ് എല്ലാം ചെയ്യുന്നുണ്ടല്ലോ എന്ന് ബാബ ചോദിക്കാം. तो बच्चों को सदैव यह ख्याल रहना चाहिए कि हम मनसा वाचा कर्मणा तन मन धन से ऐसी सर्विस करें जो भविष्य 21 जन्मों का एवजा बाप से मिले. അപ്പോൾ ബാബ പറയാണ്, അപ്പോൾ കുട്ടികൾക്ക് സദാ ഈ ഒരു ചിന്ത ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ ശരീരം, മനസ്സ്, ധനം, അല്ലെങ്കിൽ മനസ്സാ വാച കർമ്മണ, ഇങ്ങനെയൊരു സേവനം ചെയ്യും. അതിലൂടെ 21 ജന്മത്തേക്ക് ബാബയിൽ നിന്നും സമ്പത്ത് പ്രാപ്തമാകുന്ന രീതിയിൽ അങ്ങനെയൊരു സേവനം ഞങ്ങൾ ചെയ്യുന്നുള്ള കാര്യത്തിൽ കുട്ടികൾക്ക് സദാ ചിന്തയുണ്ടായിരിക്കണമെന്ന് ബാബ പറയാം. യഹി ഓനാ ഹേ ഹം കുച്ച് കർത്തേ ഹേ കോയി കോ ഗ്യാൻ ദേത്തേ ഹേ. അതായത് നമ്മൾക്ക് ഈ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അതോ മറ്റുള്ളവർക്ക് ഞങ്ങൾ ഈ ജ്ഞാനം കൊടുക്കുന്നുണ്ടോ? ആ ചിന്ത നമുക്കുണ്ടായിരിക്കണം. സാരാദിൻ യഹ് ക്യാലാത്ത് ആനേ ചാഹിയെ. മുഴുവൻ ദിവസം നിങ്ങൾക്ക് ഈ ഒരു ശ്രദ്ധ, ഈ ഒരു ചിന്ത നിങ്ങൾക്കുണ്ടായിരിക്കണം. അതായത് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ഞാൻ ആർക്കെങ്കിലും ജ്ഞാനം കൊടുക്കുന്നുണ്ടോ, ഈ ചിന്തകൾ ദിവസം മുഴുവനും ഉണ്ടായിരിക്കണമെന്ന് ബാബ പറയാം. ബൽ സെൻറ്റർ കോലെ പരന്തു ഗർമേം സ്ത്രീ പുരുഷിക്ക് അൻപനി നെഹി ഹോനി ചാഹിയെ. ബാബ പറയണത്, ഓക്കെ സെൻറ്ററൊക്കെ തുറക്കാം, പക്ഷേ ബാബ പറയുന്നത് വീട്ടിലൊരിക്കലും സ്ത്രീ പുരുഷന്മാർ തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകാൻ പാടില്ല എന്ന് ബാബ പറയാം.
കോയി ഗംസാൻ നെഹി ചാഹിയെ, ഒരു പ്രശ്നവും നിങ്ങൾ ഉണ്ടാക്കരുതെന്ന് ബാബ പറയാ. സന്യാസി ലോഗ് ഗർ കെ ഗംസാൻ സെ നിക്കൽ ജാത്തെ ഹെ. സന്യാസി ആളുകൾ എന്താ ചെയ്യുക? വീട്ടിലെ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ദൂരെ ഇരിക്കും അവര്, അല്ലേ? ബാബ പറയാണ് ഡോൺ കെയർ കർ ചലേ ജാത്തെ ഹെ. അവരതിനെ മൈൻഡ് ചെയ്യില്ല. കാരണം അവർ ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അകന്ന് വീട് വിട്ടിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളതിൽ നിന്നൊന്നും അവരതൊക്കെ മൈൻഡ് ചെയ്യില്ല എന്ന് ബാബ പറയാ. ഫിർ ഗവൺമെൻറ് ഉൻകോ രോക്തി ഹേ ക്യാ. അതായത് ഗവൺമെൻറ് അവരെ തടയുന്നൊന്നുമില്ലല്ലോ. അവർ വീട് വിട്ടു പോകുന്നു, അതിലൊന്നും ഗവൺമെൻറ് അവരെ തടയുന്നില്ല. വഹത്തോ സിർഫ് പുരുഷ ഹി നിക്കൽത്തേ ഹെ. അതായത് ഈ സന്യാസിമാരാകാൻ കൂടുതലും പുരുഷന്മാർ തന്നെയാണ് ഇറങ്ങി പുറപ്പെടുന്നത് എന്ന് ബാബ പറയാം. അബി കോയി കോയി മാതായെ നിക്കൽത്തി ഹെ ജിൻകാ കോയി ധനി ധോനി നഹി ഹോത്താ യാ വൈരാഗ്യ ആ ജാത്താ ഹെ ഉനോം കോ ബി വോ സന്യാസി പുരുഷ് ലോഗ് ബൈട്ട് സിക്കലാത്തെ ഹെ. അപ്പോൾ ബാബ പറയുന്നത് ഇപ്പോഴാണെങ്കിലോ ചില മാതാക്കളും ഈ സന്യാസി ആ ഒരു ഇതിലേക്ക് ഇറങ്ങുന്നുണ്ട്. കാരണം അവർക്ക് അങ്ങനെ ഒരു ബന്ധനം ഉണ്ടായിരിക്കില്ല. അവർക്ക് എല്ലാത്തിനോടൊരു വൈരാഗ്യമായിരിക്കും, ഒന്നിനോടൊരു മമത്വം ഇല്ലാതിരിക്കുക, പിന്നെ ബന്ധനങ്ങളൊന്നും ഉണ്ടാകില്ല. അങ്ങനെയുള്ള മാതാക്കളും ഇപ്പോൾ സന്യാസി ആ ഒരു ധർമ്മത്തിലേക്ക് ഇറങ്ങി വരുന്നുണ്ടെന്ന് ബാബ പറയാം. അവരെയും ഇപ്പോൾ ഈ സന്യാസി, അതായത് പുരുഷ സന്യാസിമാരുണ്ടല്ലോ, അവരെയും പഠിപ്പിക്കുന്നുണ്ട്. ഉൻ ദ്വാര അപ്ന ധന്ദ കർത്തേ ഹെ പൈസ ആദി സാരേ ഉൻകെ പാസ് രഹത്തെ ഹെ. അതായത് അവരിലൂടെ ജോലിയും ചെയ്യിപ്പിക്കും, അതുപോലെ അവരുടെ പൈസയെല്ലാം കയ്യിൽ വെക്കും എന്ന് ബാബ പറയാം. വാസ്തവമേം ഗർബാർ ചോട തോ ഫിർ പൈസ രഖനേക്ക് ദർക്കാർ നഹി രഹത്തി. ബാബ പറയുന്നത് വാസ്തവത്തിൽ വീടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ചു, പിന്നെ പൈസ എന്തിനാണ് കയ്യിൽ വെക്കുന്നത്? അതിൻ്റെ ആവശ്യം തന്നെ ഇല്ല എന്ന് ബാബ പറയാം. തോ അബ് ബാപ്പ് തും ബച്ചോം കോ സമജാ രഹേ ഹെ. ഇപ്പൊ ബാബ നമ്മൾ കുട്ടികളെയാണ് ഇതെല്ലാം മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നത്. ഹർ ഏക് കി ബുദ്ധി മേം ആനാ ചാഹിയേ ഹംകോ ബാപ്പ് കാ പരിചയ് ദേനാ ഹെ. ബാബ പറയാണ് ഓരോ കുട്ടികളുടെയും മനസ്സിൽ അല്ലെങ്കിൽ ബുദ്ധിയിൽ ഈ ഒരു കാര്യം വരണം, അതായത് ഞങ്ങൾക്ക് ബാബയുടെ പരിചയം കൊടുക്കണം. ഇത് ഓരോ കുട്ടികളുടെയും ബുദ്ധിയിൽ വരണം എന്നാണ് ബാബ പറയുന്നത്. മനുഷ്യത്തോ കുച്ച് നെഹി ജാൻതെ ബേസമജ് ഹേ. ബാബ പറയാണ് മനുഷ്യർക്കാണെങ്കിലോ ഒന്നും അറിയില്ല, അവര് വിവേകശൂന്യരാണ് എന്ന് ബാബ പറയാ. തും ബച്ചോം കെ ലിയേ ബാപ്പ് കി ഫർമാൻ ഹേ മീട്ടെ മീട്ടെ ബച്ചോം തും അപ്നെ കോ ആത്മാ സമജോ സിർഫ് പണ്ഡിത് നെഹി ബന്നാ ഹേ. അപ്പൊ ബാബ നിങ്ങൾ കുട്ടികൾക്ക് ബാബയുടെ ആജ്ഞയാണ്, മധുരമായ കുട്ടികളെ. ബാബ പറയാണ് നിങ്ങൾ സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. കേവലം നിങ്ങൾ പണ്ഡിതരാകരുത്, അല്ലേ? ഈ ജ്ഞാനം കേട്ട് ജ്ഞാനം ധാരാളം പറയുക, അതാണല്ലോ പണ്ഡിതന്മാർ. സ്വയം ഒന്നും അവർ ധാരണ ചെയ്യുന്നില്ല. അപ്പം ബാബ പറയുന്നത് നിങ്ങൾ കേവലം ഒരു പണ്ഡിതനായിട്ട് മാറരുത്, നിങ്ങൾ സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കൂ എന്ന് ബാബ പറയാം. അപ്നാബി കല്യാൺ കർണാഹേ. സ്വയത്തിൻ്റെ മംഗളവും നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. യാദ് സേ സദോ പ്രധാൻ ബന്നാഹേ. ഓർമ്മയിലൂടെ സദോ പ്രധാനമായിട്ട് മാറേണ്ടതുണ്ട്. ബഹുത്ത് പുരുഷാർത്ഥ് കർണാഹേ. അപ്പം അതിനായിട്ട് ബാബ പറയണത് ധാരാളം പുരുഷാർത്ഥം ചെയ്യണം. നെഹി തോ ബഹുത്ത് പശ്ചാത്താന പടേക. ഇല്ലെങ്കിൽ ബാബ പറയണത് നിങ്ങൾക്ക് ധാരാളം പശ്ചാത്തപിക്കേണ്ടി വരും. കഹത്തെ ഹേ ബാബ ഹം ഗഡി ഗഡി ഭൂൽ ജാത്തെ ഹേ. കുട്ടികൾ ഇങ്ങനെ പറയും, ബാബ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നു ബാബ എന്ന് പറയുന്നുണ്ട് കുട്ടികൾ. സങ്കല്പ് ആ ജാത്തെ ഹേ. അതായത് സങ്കല്പങ്ങളെല്ലാം വരുന്നുണ്ട്. ബാബ കഹത്തെ ഹേ വഹുത്തോ ആയേങ്കേ ഹി. ഇപ്പൊ ബാബ പറയണത് സങ്കല്പങ്ങളെല്ലാം തീർച്ചയായിട്ടും വരും. തുംകോ ബാപ്പ് കി യാദ് മേം രഹ് സദോ പ്രധാൻ ബന്നാഹേ. പക്ഷെ ബാബ കുട്ടികളോട് പറയാണ് നിങ്ങൾക്ക് ബാബയുടെ ഓർമ്മയിൽ ഇരുന്നു കൊണ്ട് സദോ പ്രധാനമായിട്ട് മാറുക തന്നെ ചെയ്യണം, അല്ലേ? അതാണ് ബാബ കുട്ടികളുടെ അടുത്ത് പറയാണ്. ആത്മാ ജോ അപവിത്ര ഹേ ഉൻകോ പരംപിത പരമാത്മാക്കോ ഹി യാദ് കർ പവിത്ര ബന്നാഹേ. അപ്പം ബാബ പറയണത് ആത്മാവ് അപവിത്രമാണ്, ആ ആത്മാവിന് പരംപിത പരമാത്മാവിൻ്റെ ഓർമ്മയിലൂടെ തന്നെയാണ് പവിത്രമായിട്ട് മാറാൻ കഴിയുക. അപ്പോൾ പരംപിത പരമാത്മാവിൻ്റെ ഓർമ്മയിലൂടെ
അപവിത്രമായ ആത്മാവിന് പവിത്രമായിട്ട് മാറണം. ബാപ്പ് ഹി ബച്ചോം കോ ഡയറക്ഷൻ ദേത്തെ ഹേ ഫർമാൻ ബർദാർ ബച്ചോം തുംകോ ഫർമാൻ കർത്താ ഹോം മുझे യാദ് കരോ തോ തുമാരെ പാപ് കട്ടേങ്കെ. അതായത് ബാബ തന്നെയാണ് കുട്ടികൾക്ക് ഡയറക്ഷൻ തരുന്നത്. അതായത് ബാബ പറയാണ്, അല്ലയോ ആജ്ഞാകാരികളായ കുട്ടികളെ, നിങ്ങൾക്ക് ഞാൻ ആജ്ഞ നൽകുകയാണ്, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ പാപമെല്ലാം മുറിഞ്ഞു പോകും. അതാണ് ബാബ കുട്ടികൾക്ക് ആജ്ഞ തരാണ്, ബാബയെ ഓർമ്മിക്കൂ, എങ്കിലേ ഈ പാപം, നിങ്ങളുടെ ശിരസിലുള്ള 63 ജന്മത്തെ പാപം മുറിഞ്ഞു പോവുകയുള്ളൂ എന്ന് ബാബ പറയാം. പഹലി പഹലി ബാത്ത് ഹി യഹ് സുനാവോ കി നിരാകാർ ശിവ ബാബ കഹത്തെ ഹേ മുझे യാദ് കരോ മേ പതീത് പാവൻ ഹോം. ബാബ പറയണ, ആദ്യം ഈ ഒരു കാര്യം നിങ്ങൾ കേൾപ്പിക്കൂ. അതായത് നിരാകാരനായ ശിവബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, ഞാൻ പതീത പാവനനാണ്. ഈ ഒരു കാര്യമാണ് മുഖ്യമായ കാര്യം. ഇതാണ് ബാബ പറയുന്നത്, ആദ്യം ഈ ഒരു കാര്യം നിങ്ങൾ കേൾപ്പിക്കൂ എന്ന് ബാബ പറയാം. മേരി യാദ് സേ ഹി വികർമ്മ വിനാശ് ഹോങ്കെ ഓർ കോയി ഉപായ് നഹി ഹെ. ബാബ പറയാണ്, എന്നെ ഓർമ്മിക്കുന്നതിലൂടെ മാത്രമേ വികർമ്മ വിനാശമാകുള്ളൂ, അല്ലാതെ വേറെ ഒരു ഉപായവുമില്ല. ഈ ഒരു കാര്യം നമ്മൾ മറ്റുള്ളവരെ ആദ്യം കേൾപ്പിക്കണം. അതായത് നിരാകാരനായ ശിവബാബ പറയുകയാണ്, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ പാപം മുറിഞ്ഞു പോകും. അതുപോലെ ബാബ പറയുന്നത്, വികർമ്മം വിനാശമാക്കാൻ എൻ്റെ ഓർമ്മയല്ലാതെ വേറൊരു ഉപായവുമില്ല. അപ്പം അത് മറ്റുള്ളവർക്ക് നമ്മൾ ആദ്യം മനസ്സിലാക്കി കൊടുക്കണം. നാ കോയി ബത്താ സക്തേ ഹേ ഡേർ കെ ഡേർ സന്യാസി ആദി ഹേ നിമന്ത്രൺ ദേത്തെ ഹേ योग കോൺഫറൻസ് മേം ആക്കർ ഷാമിൽ ഹോ. ബാബ പറയണത്, ഒരുപാട് സന്യാസിമാരുണ്ട്, അവർക്കെല്ലാം ഇൻവിറ്റേഷൻ കൊടുക്കും അല്ലേ. അതായത് യോഗത്തിൻ്റെ ഈ കോൺഫറൻസിൽ വന്നിട്ട് ഇതിൽ പങ്കുചേരൂ എന്ന് പറഞ്ഞ് നിമന്ത്രണമൊക്കെ കൊടുക്കാറുണ്ട്, ഇൻവിറ്റേഷനൊക്കെ കൊടുക്കാറുണ്ട്. അബ് ഉൻകെ ഹഠയോഗ് സേ കിസ്കാ കല്യാൺ തോ ഹോനാ നഹി ഹെ. അതായത് സന്യാസിമാരെന്താ പഠിപ്പിക്കുന്നത്? ഹഠയോഗമാണല്ലോ. ബാബ പറയാണ്, ഇപ്പോൾ അവരുടെ ഹഠയോഗത്തിലൂടെ ആരുടെയും മംഗളം ഉണ്ടാവുകയില്ല. ഡേർ योग आश्रम है जिनको इस രാജയോഗ കാ ബിൽക്കുൽ പത്താ ഹി നഹി ഹെ. ബാബ പറയണത്, ഒരുപാട് യോഗാശ്രമങ്ങളുണ്ട്, പക്ഷേ ആർക്കും ഈ രാജയോഗത്തെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല എന്ന് ബാബ പറയാം. ബാപ്പ് കോ ഹി നഹി ജാൻതെ. അച്ഛനെ തന്നെ അറിയുന്നില്ല. ബേഹദ് കാ ബാപ്പ് ഹി ആകർ സച്ചാ योग സിക്കലാത്തെ ഹെ. ബാബ പറയുന്നത്, പരിധിയില്ലാത്ത അച്ഛൻ അല്ലേ, പരിധിയില്ലാത്ത അച്ഛൻ വന്നിട്ട് തന്നെയാണ് സത്യമായ യോഗം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ബാപ്പ് തും ബച്ചോം കോ ആപ് സമാൻ ബനാത്തെ ഹെ. ബാബ നമ്മൾ കുട്ടികളെ ബാബയ്ക്ക് സമാനമാക്കിയിട്ടാണ് മാറ്റുന്നത്. ജയ്സേ മേ നിരാകാർ ഹോം. അതായത് എങ്ങനെയാണോ ഞാൻ നിരാകാരനായിട്ടുള്ളത് എന്ന് ബാബ പറയാം. ടെമ്പററി ഈസ് തന്മയമായാഹോ. ബാബ താൽക്കാലികമായിട്ടാണ് ഈ ശരീരത്തിൽ, അതായത് ബ്രഹ്മബാബയുടെ ശരീരത്തിൽ നിരാകാരനായ ശിവബാബ താൽക്കാലികമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറയാം. ഭാഗ്യശാലി രഥത്തോ ജരൂർ മനുഷ്യക്കാ ഹോഗ. അതായത് ഭാഗ്യശാലി രഥം അത് തീർച്ചയായിട്ടും മനുഷ്യൻ്റേത് തന്നെയാണെന്ന് ബാബ പറയാം. ബൈൽക്കോ തോ നെഹി കഹേങ്കെ. അതായത് കാളയൊന്നും അങ്ങനെ ഭാഗ്യശാലി രഥം എന്ന് പറയില്ല. ബാക്കി കോയി ഘോഡെ ഗാഡി ആദിക്ക് ബാത്ത് ഹി നഹി. അപ്പം ബാബ പറയാണ്, അല്ലാതെ ഈ കുതിരവണ്ടിയുടെ ഒന്നും ഒരു കാര്യവുമില്ല എന്ന് ബാബ പറയാം. അതായത് ഭാഗ്യശാലി രഥം അത് മനുഷ്യൻ്റെ തന്നെയാണെന്ന് പറയാം. നാ ലഡായിക്ക് കോയി ബാത്ത് ഹെ. അപ്പം ബാബ പറയുന്നത്, യുദ്ധത്തിൻ്റെയും കാര്യമില്ല. തും ജാൻതേ ഹോ ഹംകോ മായാസേ ഹി ലഡായി കർണി ഹെ. നിങ്ങൾ കുട്ടികൾക്കറിയാം, നമ്മൾക്ക് ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത്? മായയോടാണ് യുദ്ധം ചെയ്യേണ്ടത്. അപ്പം മായ എന്ന് പറഞ്ഞാൽ പഞ്ചവികാരങ്ങൾ അല്ലേ, അതിനോടാണ് നമുക്ക് യുദ്ധം ചെയ്യേണ്ടത് നിങ്ങൾ കുട്ടികൾക്കറിയാം. ഗായാബി ജാത്താ ഹേ മായാത്തെ ഹാർ ഹാർ. അപ്പം ബാബ പറയുന്നത് പാടപ്പെട്ടിട്ടുണ്ട്, അതായത് മായയോട് തോറ്റാൽ പിന്നെ തോറ്റത് തന്നെയാണ്. തും ബഹുത് അച്ചി രീതി സമജാ സക്തേ ഹോ പരന്തു അബ് സീക്ക് രഹേ ഹോ. അപ്പം ബാബ പറയുന്നത്,
നിങ്ങൾ കുട്ടികൾക്ക് ഈ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. പക്ഷേ ഇപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് വേണമല്ലോ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ അതാ ബാബ പറയുന്നത്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും, പക്ഷെ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കോയി സീഖ്തേ സീഖ്തേ ബി എക്ദം ധർണി പർ ഗിർ ജാത്തേ ഹെ. ബാബ പറയണ ചില കുട്ടികളാണെങ്കിലോ പഠിച്ച് അവർ താഴെ വീണു പോകുന്നു എന്ന് പറയാം ബാബ. കോയി കിട്ട് കിട്ട് ഹോ പഠിത്തി ഹേ. ചിലരിലാണെങ്കിലോ വളരെയധികം പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. ദോ ബഹനോം കി ബി ആപ്പസ് മേ നെഹി ബൻതി ലൂൻ പാനി ഹോ ജാത്തേ ഹെ. അതായത് 2 സഹോദരിമാർ പോലും ഒരുമിച്ചിരിക്കുന്നില്ല എന്ന് പറയാം. അതായത് ഉപ്പ് വെള്ളമായിട്ട് മാറുന്നു. തുമാരി ആപ്പസ് മേം കോയി ബി കിട്ട് കിട്ട് നെഹി ഹോനി ചാഹിയേ. ബാബ പറയാണ്, നിങ്ങൾ പരസ്പരം ഒരിക്കലും ഈ അപസ്വരങ്ങൾ ഉണ്ടാക്കരുത്, അതായത് അഭിപ്രായ വ്യത്യാസത്തിലേക്ക് വരരുത് എന്ന് ബാബ പറയാം. കിട്ട് കിട്ട് ഹോഗി തോ ബാപ്പ് കഹേങ്കെ യഹ് ക്യാ സർവീസ് കരേങ്കെ. അതായത് അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിങ്ങൾ വരികയാണെങ്കിൽ ബാബ പറയും, ഇങ്ങനെയുള്ള കുട്ടികൾ എന്ത് സേവനം ചെയ്യാനാണ്? പരസ്പരം തന്നെ അവർ അഭിപ്രായ വ്യത്യാസമാണ്. പിന്നെ അവരെന്ത് സേവനം ചെയ്യും? അവർ വിശ്വത്തിൻ്റെ മംഗളം ചെയ്യാൻ അവർക്ക് സാധിക്കുമോ? ഇല്ലല്ലോ. അതാണ് ബാബ പറയുന്നത്, ഇവർ പിന്നെ എന്ത് സേവനം ചെയ്യാനാണെന്ന് ബാബ ചോദിക്കും. ബഹുത് അച്ഛേ അച്ഛേ കാബി ഏസാ ഹാൽ ഹോ ജാത്തേ ഹെ. ബാബ പറയുന്നത്, വളരെ നല്ല നല്ല കുട്ടികൾക്ക് പോലും ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നുണ്ട് എന്ന് ബാബ പറയാം. അബി മാല ബനായേ ജായേ തോ കഹേങ്കെ ഡിഫക്റ്റ് മാല ഹേ. ബാബ പറയുന്നത്, ഇപ്പം മാല ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് പറയും? ഇത് വളരെ കുറവുകളുള്ള മാലയാണ്, ഡിഫക്റ്റ് ആയിട്ടുള്ള, അതായത് കുറവുകളുണ്ട്, പൂർണ്ണമായിട്ടുള്ള മാലയല്ല അല്ലേ, അങ്ങനെ പറയും. ഇൻമേം അജൂൻ യഹ് യഹ് അവഗുൺ ഹെ. അതായത് ഇവരിൽ ഇന്ന അവഗുണങ്ങളുണ്ട് എന്ന് പറയും. കാരണം ആരും സമ്പൂർണ്ണമായിട്ടില്ലല്ലോ. അപ്പോൾ ആ പൂർണ്ണമല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പം മാലയുണ്ടാക്കിയാൽ ഓരോരുത്തരിലും ഇന്ന അവഗുണങ്ങളുണ്ടെന്ന് പറയും. ഡ്രാമ പ്ലാൻ അനുസാർ ബാബ സർവീസ് ബി കരാത്തേ രഹത്തെ ഹെ. ഡ്രാമയനുസരിച്ച് ബാബ നമ്മൾ കുട്ടികളെ കൊണ്ട് സേവനവും ചെയ്യിപ്പിക്കുന്നുണ്ട്. ഡയറക്ഷൻ ദേത്തേ രഹത്തെ ഹെ. നിർദ്ദേശങ്ങളും തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡൽഹി മേം ചാരോ മോർ സേവാക്ക ഗേരാവ് ഡാലോ. ബാബ പറയാണ്, നിർദ്ദേശം തരാണ്, ഡൽഹിയിൽ നിങ്ങൾ 4 ഭാഗത്തും സേവനത്തിനുള്ള വലയം സൃഷ്ടിക്കൂ എന്ന് പറയാ ബാബ. യഹ് സിർഫ് ഏക് കോ തോടെ ഹി കർണാ ഹെ, ആപ്പസ് മേ മിൽക്കർ റായി കർണി ഹെ. ബാബ പറയുന്നത്, ഇത് കേവലം ഒരാൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല, നിങ്ങൾ പരസ്പരം ചേർന്ന് അഭിപ്രായമെടുക്കൂ എന്ന് ബാബ പറയാം. സബ് ഏക് മത് ഹോനെ ചാഹിയേ. എല്ലാവരും ഒരേ അഭിപ്രായമായിരിക്കണം എന്ന് ബാബ പറയാം. ബാബ ഏക് ഹേ പരന്തു മദദ്ഗാർ ബച്ചോം ബിഗർ കാം തോടെ ഹി കരേങ്കെ. ബാബ ഒന്നേയുള്ളൂ, പക്ഷെ ബാബ സഹായികളായ കുട്ടികളെ കൂടാതെ ഒരു കാര്യവും ചെയ്യുന്നില്ല അല്ലേ. ബാബ തൻ്റെ കുട്ടികളോടൊപ്പമാണ് ഓരോരോ കർമ്മവും അല്ലെങ്കിൽ ഓരോരോ സേവനവും ചെയ്യുന്നത് അല്ലേ. അപ്പം ബാബ ഒരെണ്ണേ ഉള്ളൂ, പക്ഷേ ബാബ സഹായികളായ കുട്ടികളെ കൂടാതെ ഒരു കാര്യവും ചെയ്യുന്നില്ല എന്ന് പറയാം. തും സെൻറ്റേഴ്സ് കോൾത്തേ ഹോ മത് ലേത്തേ ഹോ. അതായത് നിങ്ങൾ സെൻറ്ററുകൾ തുറക്കുന്നുണ്ട്, അഭിപ്രായങ്ങൾ എടുക്കുന്നുണ്ട്. ബാബ പൂച്ച്തേ ഹേ മദത് കർണേ വാലേ ഹോ. അപ്പം ബാബ ചോദിക്കുകയാണ്, സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ബാബ ചോദിക്കാം. കഹത്തേ ഹേ ഹാ ബാബ. അപ്പം കുട്ടികൾ എന്താ പറയുക? സഹായിക്കാൻ ആളുണ്ട് ബാബ എന്ന് പറയും. അഗർ മദത് ദേനെ വാലെ നെഹി ഹോങ്കെ തോ കുച്ച് കർ നെഹി സക്കേങ്കെ. ബാബ പറയുന്നത്, അഥവാ നിങ്ങൾക്ക് സഹായിക്കാൻ ആരുമില്ല എങ്കിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ബാബ പറയാം. ഗർ മേംബി മിത്ര സംബന്ധി ആദി ആത്തേ ഹേന. വീടുകളിലും മിത്രസംബന്ധികളെല്ലാം വരുന്നുണ്ടല്ലോ. ബൽ ഗാലി ദേ വഹ് തുംകോ കാട്ടേ രഹേങ്കെ തുമേം ഉസ്കി പർവാഹ് നെഹി കർണി ഹെ. അപ്പോൾ ചിലരാണെങ്കിലോ നിങ്ങൾക്ക് ധാരാളം ഗ്ലാനി തരും, അതുപോലെ നിങ്ങളെ വിഷമിപ്പിക്കും, അതൊക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കും. പക്ഷെ ബാബ പറയുന്നത്, അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല എന്ന് ബാബ പറയാം. തും ബച്ചോം കോ ആപ്പസ് മേ ബൈഠ്കർ റായി കർണി ചാഹിയെ. നിങ്ങൾ കുട്ടികൾ എന്താ ചെയ്യേണ്ടത്? പരസ്പരം ഇരുന്ന് പരസ്പരം അഭിപ്രായങ്ങളെല്ലാം ഉണ്ടാക്കൂ എന്ന് ബാബ പറയാം.
जैसे सेंटेंस खोलते हैं तो भी सब मिलकर लिखते हैं बाबा हम ബ്രാഹ്മണി की राय से यह काम करते हैं. അപ്പോൾ ബാബ പറയുന്നത് എങ്ങനെയാണോ സെൻറ്ററൊക്കെ തുറക്കുമ്പോൾ എങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ബാബയ്ക്ക് എഴുതും, ബാബ ഞങ്ങളെ ബ്രാഹ്മണിയുടെ നിർദ്ദേശം എടുത്തിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ബാബയ്ക്ക് എഴുതും. സിന്ധി ഭാഷാമേ कहते हैं ബാത്ത് ബാത്ത് ബാര, അതായത് ഏക് കെ സാത്ത് ദോ മിൽനെ സെ ബാബ പറയണത് 11 ഹോ ജാത്തെ. അതായത് ബാബ പറയാണ് സിന്ധി ഭാഷയിൽ ഇങ്ങനെ പറയും, അതായത് ഒന്നിൻ്റെ കൂടെ 2 ചേർക്കുകയാണെങ്കിൽ അത് 12 മാറും അല്ലേ. അപ്പോൾ ബാബ പറയാണ് അങ്ങനെ ഒരു 12 മാറുമ്പോൾ ബാബ പറയുന്നത് 12 പേരിൽ നിന്നും അപ്പോൾ നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ എടുക്കാമല്ലോ. അതാണ് ബാബ പറയുന്നത്. കഹാം കഹാം ഏക് ദോസെ റായ് നെഹി ലേത്തെ ഹെ. ചിലയിടത്താണെങ്കിലോ പരസ്പരം അഭിപ്രായം ചോദിക്കുന്നേയില്ല എന്ന് ബാബ പറയാം. അബ് ഏസെ കോയി കാം ഹോ സക്താ ഹേ ക്യാ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ എങ്ങനെ നടക്കും എന്ന് ബാബ ചോദിക്കുക. അതായത് പരസ്പര അഭിപ്രായമൊക്കെ ചോദിച്ചിട്ടാണല്ലോ നമ്മൾ ഓരോന്ന് ചെയ്യേണ്ടത്. അങ്ങനെ എടുക്കുന്നില്ലെങ്കിൽ ബാബ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം എങ്ങനെ ചെയ്യാൻ സാധിക്കും. ബാബ കഹേങ്കെ ജബ് തക് തുമാരാ ആപസ് മേം സംഘടൻ ഹി നെഹി തോ തും ഇത്തനാ ബഡാ കാര്യ കൈസെ കർ സക്കേങ്കെ. ബാബ പറയുന്നത് ഇതുവരെ നിങ്ങൾ പരസ്പരം അതായത് സംഘടനയിൽ ഒരുമിച്ചിരുന്ന അഭിപ്രായം എടുക്കണമല്ലോ. അങ്ങനെ എടുക്കുന്നില്ല എങ്കിൽ ഇത്രയ്ക്കും വലിയ കാര്യം നിങ്ങൾ എങ്ങനെ ചെയ്യും, എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ബാബ ചോദിക്കുകയാണ്. छोटी दुकान बड़ी दुकान भी होती है ना, आपस में मिलकर സംഘടൻ करते हैं. ബാബ പറയുന്നത് ചെറിയ കടയുമുണ്ട് വലിയ കടയുമുണ്ട്, നിങ്ങൾ പരസ്പരം ചേർന്ന് സംഘടനയെല്ലാം രൂപീകരിക്കൂ. അതായത് ചെറിയ സെൻറ്റേഴ്സും വലിയ സെൻറ്റേഴ്സും ഒക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ ബാബ പറയുന്നത് നിങ്ങൾ ഒരുമിച്ച് ചേരൂ, ഒരുമിച്ച് ചേർന്ന് സംഘടനയുണ്ടാക്കി നിങ്ങൾ അഭിപ്രായം എടുക്കൂ. ऐसे कोई नहीं कहते बाबा आप मदद करो. അല്ലാതെ ഇങ്ങനെ ആരും പറയരുത് ബാബ അങ്ങ് സഹായിക്കൂ. പഹലേ തോ മദദ്ഗാർ ബനാനെ ചാഹിയേ. ആദ്യം നിങ്ങൾ സഹായികളെ ഉണ്ടാക്കണമെന്ന് ബാബ പറയാം. ഫിർ ബാബ കഹത്തെ ഹേ ഹിമ്മത്തെ ബച്ചേ മദത്തെ ബാബ. പിന്നെ ബാബ പറയും ആ ധൈര്യശാലികളായ കുട്ടികൾക്ക് ബാബയുടെ സഹായം. അപ്പം ആദ്യം നമ്മൾ സഹായികളെ ഉണ്ടാക്കണം, എന്നിട്ട് ബാബയോട് പറയണം, അപ്പോൾ ബാബയുടെ സഹായം ലഭിക്കുന്ന ബാബ പറയാം. പഹലേ തോ അപ്പനെ മദദ്ഗാർ ബനാവോ. ആദ്യം നിങ്ങൾ സഹായികളെ ഉണ്ടാക്കൂ. ബാബ ഹം ഇത്തനാ കർത്തേ ഹേ ബാക്കി ആപ്പ് മദദ് ദോ. എന്നിട്ട് പറയാം ബാബയോട് ബാബ ഞങ്ങൾ ഇത്രയും ചെയ്തിട്ടുണ്ട് അല്ലേ, ഇനി ബാക്കിയുള്ളത് അങ്ങ് സഹായിക്കണം എന്ന് പറയണം. അപ്പം ഹിമ്മത്തെ ബച്ചേ മദത്തെ ബാബ് അല്ലേ. അപ്പം ആ സഹായം എന്താ തീർച്ചയായിട്ടും കിട്ടും. കാരണം കുട്ടികൾ ധൈര്യപൂർവ്വം ഒരു ചുവട് വെച്ചുല്ലോ, അപ്പം സഹായം തീർച്ചയായിട്ടും കിട്ടും. ബാബ പറയാണ് പഹലേ തോ ബച്ചോം കി ഹിമ്മത്ത് ചാഹിയെ. ആദ്യം വേണ്ടത് എന്താണ്, കുട്ടികളുടെ ധൈര്യമാണ്. കോൻ കോൻ ക്യാ മദദ് ദേത്തെ ഹേ. ആരൊക്കെ എന്തൊക്കെ സഹായമാണ് നൽകുന്നത്. പോത്താമേൽ സാരാ ലിക്കേങ്കെ ഫലാനെ ഫലാനെ യഹ് മദദ് ദേത്തെ ഹേ. ബാബ പറയുന്നത് ആരൊക്കെയാണ് എന്തൊക്കെ സഹായമാണ് ചെയ്യുന്നത് എന്ന കാര്യം നിങ്ങൾ ഇന്ന ആള് ഇന്നത് ചെയ്തു, ഇന്ന ആള് ഇന്ന സഹായം തന്നു എന്നുള്ള രീതിയിൽ കറക്റ്റായിട്ട് അതിൻ്റെ കണക്കൊക്കെ എഴുതണമെന്ന് ബാബ പറയാം. കായദേസിർ ലിക്കർ ദേഗേ. ബാബ പറയുന്നത് ഇത് നിയമപ്രകാരം തന്നെ നിങ്ങൾ എഴുതി തരണം എന്ന് ബാബ പറയാം. ബാക്കി ഏസെ തോടെ ഹി ഏക് ഏക് കഹേങ്കെ ഹം സെൻറ്റർ കോൾത്തേ ഹേ മദദ് ദോ. അല്ലാതെ ഒരിക്കലും ഇങ്ങനെ പറയരുത്, അതായത് ബാബ ഞങ്ങൾക്ക് സെൻറ്റർ തുറക്കണം, ഞങ്ങളെ സഹായിക്കൂ എന്ന് പറഞ്ഞൊന്നും പറയരുതെന്ന് പറയാം ബാബ. ഏസേ തോ ബാബ നെഹി കോൾ സക്താ ഹേ ക്യാ. അതായത് ബാബയ്ക്ക് ഇങ്ങനെ ഓരോരുത്തർക്കും സെൻറ്ററൊക്കെ തുറന്നു തരാൻ കഴിയുമോ. ലേക്കിൻ ഏസാ തോ ഹോ നെഹി സക്താ. അങ്ങനെ കഴിയില്ല. ബാബ പറയാണ് കമ്മിറ്റി കോ ആപ്പസ് മേ മിൽന ഹോത്താ ഹേ തുമാരെ മേം ബി നമ്പർ വാർ ഹേന. അതായത് കമ്മിറ്റി നിങ്ങൾ പരസ്പരം ഉണ്ടാക്കണം. നിങ്ങളിലും നമ്പർ വൈസ് അല്ലേ എന്ന് ബാബ ചോദിക്കാം. കോയി തോ ബിൽക്കുൽ കുച്ച് ബി നഹി സമജെ. ചിലരാണെങ്കിലോ ഒന്നും തന്നെ മനസ്സിലാക്കില്ല. ചിലരാണെങ്കിലോ കോയി ബഹുത് ഹർഷിത് ഹോത്തേ രഹത്തെ ഹേ. ചിലരാണെങ്കിൽ വളരെ സന്തോഷമായിട്ടിരിക്കും. ബാബ തോ സമജ്തേ ഹേ
ഇസ് ഗ്യാൻ മേം ബഹുത്ത് ഖുഷി രഹനി ചാഹിയെ. ബാബ മനസ്സിലാക്കി തരികയാണ്, അതായത് ഈ ഒരു ജ്ഞാനത്തിൽ വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കണമെന്ന് ബാബ പറയാ. ഏക് ഹി ബാപ്പ് ടീച്ചർ ഗുരു മിൽത്താ ഹേ തോ ഖുഷി ഹോനി ചാഹിയെ. ഒരാളെ തന്നെ നമുക്ക് അച്ഛനും ടീച്ചറും സദ്ഗുരുവുമായിട്ട് ലഭിച്ചു കഴിഞ്ഞു, അപ്പം അത്രയും സന്തോഷം ഉണ്ടായിരിക്കേണ്ടേ എന്ന് ബാബ പറയാം. ദുനിയാമേം യഹ് ബാത്തേം കോയി നഹി ജാൻതെ. ലോകത്തിലാണെങ്കിലോ ഈ കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല, അല്ലേ? ഒരേ ഒരാൾ തന്നെ ഇവിടെ അച്ഛനും ടീച്ചറും സദ്ഗുരുവുമായിട്ട് മാറിയിട്ടുണ്ടെന്നും നമ്മളിങ്ങനെ പഠിപ്പിക്കുകയാണെന്നും ലോകത്തിലുള്ള ആർക്കും അറിയില്ല. ശിവബാബ ഹി ഗ്യാൻ സാഗർ പതീത് പാവൻ സർവ് കാ സദ്ഗതി ദാതാ ഹേ. ശിവബാബ തന്നെയാണ് ജ്ഞാനസാഗരൻ, അതുപോലെ പതീത പാവനൻ, എല്ലാവരുടെയും സദ്ഗതി ദാതാവ്, എല്ലാം ശിവബാബ തന്നെയാണെന്ന് ബാബ പറയാം. സബ്കാ ഫാദർ ബി ഏക് ഹേ. ബാബ പറയുന്നത് എല്ലാവരുടെയും അച്ഛൻ ഒന്നു തന്നെയാണ്. യഹ് ഓർ കോയി കി ബുദ്ധി മേ നഹി ഹേ. ബാബ പറയുന്നത് ഇത് വേറെ ആരുടെയും ബുദ്ധിയിലില്ല എന്ന് പറയാം. അബി തും ബച്ചേ ജാൻതേ ഹോ വഹി നോളജ്ഫുൾ ലിബറേറ്റർ ഗൈഡ് ഹേ. പക്ഷെ ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം ശിവബാബ തന്നെയാണ് ജ്ഞാനസാഗരൻ, അതുപോലെ മുക്തിദാതാവ്, അതുപോലെ വഴികാട്ടി. ഇത് നിങ്ങൾ കുട്ടികൾക്ക് അറിയാമെന്ന് ബാബ പറയാം. തോ ബാപ്പ് കി മത് പർ ചൽനാ പടേ. അപ്പം നിങ്ങൾ കുട്ടികൾക്ക് അറിയാലോ ഇത്, അപ്പോൾ നിങ്ങൾ ബാബയുടെ ആ നിർദ്ദേശത്തിലൂടെ നടക്കേണ്ടതുണ്ട്. ഖർച്ച് കർനാ ഹേ. അതായത് ബാബ പറയണത് നിങ്ങൾ ചിലവും ചെയ്യണം. ആപ്പസ് മേ മിൽക്കർ റായി കർണി ഹേ. നിങ്ങൾ പരസ്പരം ചേർന്ന്, ബാബ പറയാണ്, നിങ്ങൾ നിർദ്ദേശവും എടുക്കണം, ചിലവും ചെയ്യണം. ഏക് കി മത് പർ തോ നെഹി ചൽ സക്തേ. ബാബ പറയുന്നത് ഒരാളുടെ മാത്രം അഭിപ്രായം എടുക്കുക, അതിലൂടെ ഒന്നും നടക്കാൻ സാധിക്കില്ല. നിങ്ങൾ പരസ്പരം ഒത്തുചേർന്നിട്ട് വേണം അഭിപ്രായം എടുക്കാൻ. മദദ്ഗാർ സബ് ചാഹിയെ. അതായത് സഹായികളുമായിട്ടും നിങ്ങൾ മാറണം. യഹ് ബി ബുദ്ധി ചാഹിയേന. ഇതിനും ബുദ്ധി നല്ല രീതിയിൽ വേണമെന്ന് ബാബ പറയാം. തും ബച്ചോം കോ ഗർ ഗർ മേം മെസ്സേജ് ദേനാ ഹേ. നിങ്ങൾ കുട്ടികൾക്ക് ബാബ പറയാണ് ഓരോ വീട്ടിലും മെസ്സേജ് കൊടുക്കണം. പൂച്ച്തേ ഹേ ഷാദി മേ നിമന്ത്രൺ മിൽത്താ ഹേ ജായേ. അതായത് കുട്ടികൾ ചിലപ്പോൾ ചോദിക്കും, കല്യാണത്തിനൊക്കെ ക്ഷണം ലഭിച്ചിട്ടുണ്ട്, പോകട്ടെ എന്ന് ചോദിക്കും. ബാബ കഹത്തെ ഹേ ക്യൂം നഹി ജാവോ ജാക്കർ അപ്പനി സർവീസ് കരും. അപ്പം ബാബ കുട്ടികളോട് പറയാണ്, എന്തുകൊണ്ട് നിങ്ങൾക്ക് പോയിക്കൂടാ? നിങ്ങൾ പോകൂ, പോയിട്ട് നിങ്ങൾ നിങ്ങളുടേതായ സേവനം ചെയ്യൂ, അല്ലേ? ബാബയുടെ സേവനം നമുക്ക് ധാരാളം ചെയ്യാലോ അവിടെ. ബഹുത്തോം കാ കല്യാൺ കരോ. ധാരാളം പേരുടെ മംഗളം നിങ്ങൾ ഉണ്ടാക്കൂ, അല്ലേ? ബാബയുടെ പരിചയം, കേവലം ബാബയുടെ പരിചയം തന്നെ കൊടുത്താൽ മതി, അല്ലേ? അപ്പം തന്നെ മറ്റുള്ളവരുടെ മംഗളാണ്. ഭാഷൺ ബി കർ സക്തേ ഹോ. അവിടെ നിങ്ങൾക്ക് പ്രഭാഷണം ചെയ്യാനും സാധിക്കുമെന്ന് ബാബ പറയാം. മോത്ത് സാമന കടാഹേ. ബാബ കഹത്തെ ഹേ മാമേകം യാദ് കരോ. അതായത് മരണം മുന്നിൽ നിൽക്കുകയാണ്, ബാബ പറയുകയാണ്, എന്നെ മാത്രം ഓർമ്മിക്കൂ. യഹാം സബ് പാപ ആത്മായേം ഹേ. ഇവിടെ എല്ലാവരും പാപാത്മാക്കളാണെന്ന് ബാബ പറയാം. ബാപ്പ് കോ ഹി ഗാലി ദേത്തെ രഹത്തെ ഹേ. ബാബയെ ഒരുപാട് ഗ്ലാനി ചെയ്യുന്നുണ്ട്. ബാപ്പ് സേ തുംകോ ബേമുഖ കർ ദേത്തെ ഹേ. ബാബയിൽ നിന്നും നിങ്ങളെ മുഖം തിരിപ്പിക്കും, അത്രയ്ക്കും പാപാത്മാക്കൾ ഉണ്ടെന്ന് ബാബ പറയാം. ഗായൻ ബി ഹേ വിനാശ് കാലേ വിപരീത ബുദ്ധി. അതായത് ഇങ്ങനെയും പാടപ്പെടുന്നുണ്ടല്ലോ, വിനാശകാലെ വിപരീത ബുദ്ധി എന്ന്. കിസ്നെ കഹാ? ബാപ്പിനെ ഖുദ് കഹാ ഹേ മേരെ സേ പ്രീത് ബുദ്ധി നഹി ഹേ. ബാബ സ്വയം പറയാണ്, നിങ്ങൾക്ക് എന്നോട് പ്രീത ബുദ്ധി ഇല്ല. വിനാശ് കാലെ വിപരീത ബുദ്ധി ഹേ. നിങ്ങൾക്ക് വിനാശകാലത്ത് വിപരീത ബുദ്ധിയാണെന്ന് പറയാ ബാബ. മുജേ ജാനേ ഹി നഹി. അതായത് ബാബ പറയാണ്, എന്നെ നിങ്ങൾ അറിയുന്നേയില്ല. അതാണല്ലോ വിനാശകാലം വിപരീത ബുദ്ധി എന്ന് പറയുമ്പോൾ, സ്വയം ഭഗവാനെ അറിയുന്നില്ല, അതായത് ഭഗവാൻ നമ്മുടെ അച്ഛനാണെന്ന് ഒന്നും അറിയുന്നില്ല. അതാണ് ബാബ പറയുന്നത്, വിനാശകാലെ വിപരീത ബുദ്ധി. മുജേ ജാനേ ഹി നഹി. എന്നെ അറിയുന്നേ ഇല്ല എന്ന് പറയാ ബാബ. ജിൻകി പ്രീത് ബുദ്ധി ഹേ. ബുദ്ധി ഹേ जो मुझे याद करते हैं वही വിജയ് പായെങ്കിൽ. ബാബ പറയാണ്, ആരുടേതാണോ പ്രീത ബുദ്ധിയുള്ളത്
അവർ എന്നെ ഓർമ്മിക്കുന്നു ബാബ പറയാം. അതുപോലെ അവർ വിജയം പ്രാപ്തമാക്കുകയും ചെയ്യും. ബൽ പ്രീത് ഹെ പരന്തു യാദ് നഹി കർത്തെ ഹെ തോ ബാബ പറയാണ്, ആരുടേതാണോ പ്രീത ബുദ്ധിയുള്ളത് അവർ എന്നെ ഓർമ്മിക്കും, അതുപോലെ അവർ വിജയിയായിട്ട് മാറുകയും ചെയ്യും. ബൽ പ്രീത് ഹേ പരന്തു യാദ് നഹി കർത്തെ ഹേ തോബി കം പദ് പാലേങ്കെ. ബാബ പറയുന്നത് ചിലരുടെ പ്രീതബുദ്ധി ആയിരിക്കും, പക്ഷെ ബാബയെ ഓർമ്മിക്കുന്നില്ല എങ്കിലോ അവർക്ക് ചെറിയ പദവിയെ ലഭിക്കൂ എന്ന് ബാബ പറയാം. ബാപ്പ് ബച്ചോംകോ ഡയറക്ഷൻ ദേത്തെ ഹെ. ബാബ കുട്ടികൾക്ക് ഡയറക്ഷൻ, അതായത് നിർദ്ദേശം തന്നുകൊണ്ടിരിക്കുകയാണ്. മൂൽ ബാത്ത് സബ്കോ മെസ്സേജ് ദേനാ ഹേ. മുഖ്യമായ കാര്യം എന്താ ബാബ പറയുന്നത്? എല്ലാവർക്കും മെസ്സേജ് കൊടുക്കണം. ബാപ്പ് കോ യാദ് കരോ തോ പാവൻ ബൻ, പാവൻ ദുനിയാക്ക മാലിക് ബനോ. അതായത് എല്ലാവർക്കും നമ്മൾ കൊടുക്കേണ്ട മെസ്സേജ് എന്താണ്? ബാബയെ ഓർമ്മിക്കൂ, അങ്ങനെയാണെങ്കിൽ പാവനമായിട്ട് മാറി പാവനമായ ലോകത്തിൻ്റെ അധികാരിയായിട്ട് മാറാം. ഈ ഒരു മെസ്സേജ് നമ്മൾ എല്ലാവർക്കും കൊടുക്കണമെന്ന് ബാബ പറയാം. ഡ്രാമ അനുസാർ ബാബാക്കോ ലേനാബി ബൂഢാ ശരീർ പെടുത്താ ഹെ. ഡ്രാമ അനുസരിച്ച് ബാബയ്ക്ക് ഈ വൃദ്ധശരീരം തന്നെയാണ് എടുക്കേണ്ടത്. വാൻപ്രസ്ഥമേ പ്രവേശ് കർത്തേ ഹെ. അതായത് വാനപ്രസ്ഥത്തിൽ പ്രവേശിച്ചിട്ടുണ്ടല്ലോ. മനുഷ്യ വാനപ്രസ്ഥ അവസ്ഥാമേം ഹി ഭഗവാൻ സെ മിൽനെ കെ ലിയെ മെഹനത്ത് കർത്തേ ഹെ. മനുഷ്യരാണെങ്കിലോ വാനപ്രസ്ഥ അവസ്ഥയിലാണ് ഭഗവാനെ ലഭിക്കുന്നതിന് വേണ്ടി പരിശ്രമം ചെയ്യുന്നത്. ഭക്തി മേ തോ സമജ്തേ ഹെ ജബ് തബ് ആദി കർണ യഹ് സബ് ഭഗവാൻ സെ മിൽനെ കെ രാസ്ത ഹെ. അപ്പം ഭക്തി മാർഗത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അതായത് മനസ്സിലാക്കുന്നുണ്ട് ഈ ജപം തപം ഇതെല്ലാം ചെയ്യുന്നത് ഭഗവാനെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വഴിയാണെന്ന് മനസ്സിലാക്കുന്നത്. അതായത് ഭക്തിമാർഗത്തിൽ അങ്ങനെയാണല്ലോ പറയുന്നത്, ജപം തപം ദാനപുണ്യം ഇതെല്ലാം എന്തിനാണ് നടത്തുന്നത്? ഭഗവാനെ ലഭിക്കാനാണ്, അല്ലേ? അത് മനസ്സിലാക്കുന്നുണ്ട്. യഹ് സബ് ഭഗവാൻ സെ മിൽനേക്ക് രാസ്ത ഹെ കബ് മിലേഗ ഇവഹ് കുച്ച് പത്താ നഹി. പക്ഷെ എപ്പോൾ ഭഗവാനെ ലഭിക്കും എന്നുള്ള കാര്യം അറിയില്ല എന്ന് ബാബ പറയാം. ജന്മ ജന്മാന്തർ ഭക്തി കർത്തേ ആയേ ഹെ. ബാബ പറയുന്നത് ജന്മജന്മാന്തരങ്ങളായിട്ട് നിങ്ങൾ ഭക്തി ചെയ്തു വരികയാണ്. ഭഗവാൻ തോ കോയിക്കോ മിൽത്താ ഹി നഹി. പക്ഷേ എന്നിട്ടും ആർക്കും ഭഗവാൻ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് ബാബ പറയാം. യഹാ നഹി സമജ്തേ ബാബ ആയേങ്കെ ഹി തബ് ജബ് പുരാനി ദുനിയാക്കോ നയാ ബനാനെ ഹോഗ. അതായത് എപ്പോഴാണോ പഴയ ലോകം അതിനെ പുതിയതായിട്ട് എപ്പോഴാണോ മാറേണ്ടത് അപ്പോഴാണ് ബാബ വരിക. ഇത് മനസ്സിലാക്കുന്നില്ല എന്ന് ബാബ പറയാം. രചയിത ബാപ്പ് ഹി ഹേ ചിത്രത്തോ ഹേ പരന്തു ത്രിമൂർത്തി മേം ശിവക്കോ നഹി ദിക്കാത്തെ ഹേ. അതായത് രചയിതാവ് ആരാണ്? ബാബ തന്നെയാണ്. പക്ഷെ ബാബ പറയാണ് ഈ ത്രിമൂർത്തിയുടെ ചിത്രമുണ്ട്, അതിൽ ശിവഭഗവാനെ കാണിക്കുന്നില്ല. ശിവബാബ ബിഗർ ബ്രഹ്മ വിഷ്ണു ശങ്കർ ദിക്കായേ ഹേ. ശിവബാബ ഇല്ല, പക്ഷെ അതിൽ ആരെയൊക്കെ കാണിക്കുന്നുണ്ട്? ത്രിമൂർത്തി ചിത്രത്തിൽ ബ്രഹ്മാവ് വിഷ്ണു ശങ്കരനെ കാണിക്കുന്നുണ്ട്, പക്ഷെ ശിവബാബയെ കാണിക്കുന്നില്ല. ജയ്സെ ഗാല കട്ടാ ഹുവാ ഹെ. അതായത് കഴുത്ത് കട്ട് ചെയ്ത് പോയ പോലെയാണെന്ന് ബാബ പറയാം. ബാപ്പ് കെ ബിഗർ നി ധനക്കെ ബൻ പടുത്തേ ഹെ. ബാബ പറയുന്നത് ബാബയെ കൂടാതെ, ബാബയുടെ പിക്ചറേ ഇല്ല അതിൽ. അപ്പോൾ ബാബയെ കൂടാതെ നിങ്ങൾ എന്തായി മാറി? നിങ്ങൾ ദരിദ്രരായിട്ട് മാറിയെന്ന് ബാബ പറയാം. ബാപ്പ് കഹത്തെ ഹേ മേ ആകർ തുംകോ ധൻ കാ ബൻതാ ഹൂം. ബാബ വന്നിട്ട് നമ്മൾ കുട്ടികളെ എന്താക്കി മാറ്റുന്നു? സമ്പന്നരാക്കി മാറ്റാണ്. ബാബ ഇല്ലാത്തത് കൊണ്ട്, ബാബയെ അറിയാത്തത് കൊണ്ടും ബാബയെ മനസ്സിലാക്കാത്തത് കൊണ്ടും എന്തായി മാറി? ദരിദ്രരായി മാറി. ഇപ്പം ബാബ വന്ന് നമ്മൾ കുട്ടികളെ ധനികരാക്കി മാറ്റാണ്. 21 ജന്മത്തും ധൻ കെ ബൻ ജാത്തേ ഹോ. ബാബ പറയുന്നത് 21 ജന്മം നിങ്ങൾ സമ്പന്നരായിട്ട് തന്നെ ഇരിക്കുമെന്ന് പറയാം. കോയി തക്ലീഫ് നെഹി രഹത്തി. അതായത് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നിങ്ങൾക്കുണ്ടായിരിക്കില്ല.
तुम भी कहेंगे जब तक बाप नहीं मिला है तो हम भी बिल्कुल निधन के തുച്ഛ ബുദ്ധി ദേ. നിങ്ങളും ഇങ്ങനെ പറയും, അതായത് ഏതുവരെ ഞങ്ങൾ ബാബയെ അതായത് ഒരു പ്രത്യേക ഒരു ബാബ വന്നിട്ടാണല്ലോ ബാബയുടെ പരിചയം നമുക്ക് തന്നത്. അപ്പം അതുവരെ നമ്മൾ എന്തായിരുന്നു? നമ്മൾ ദരിദ്രരായിരുന്നു, തുച്ഛബുദ്ധിയായിരുന്നു. അപ്പോൾ ബാബയുടെ പരിചയം ഏതുവരെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ലയോ അതുവരെ നമ്മൾ വളരെയധികം ദരിദ്രരും തുച്ഛബുദ്ധിയുമായിരുന്നു എന്ന് നമ്മൾ കുട്ടികൾ പറയും. പതീത് പാവൻ കഹത്തെ ഹേ പരന്തോ വഹ് കബ് ആയേങ്കെ യഹ് നഹി ജാൻത. പതീത പാവൻ എന്ന് പറയുന്നുണ്ട്, പക്ഷേ ആ പതീത പാവനായ ബാബ എപ്പോൾ വരും ഇതറിയുന്നില്ല എന്ന് ബാബ പറയാം. പാവൻ ദുനിയ ഹേ ഹി നയി ദുനിയ, അതായത് പുതിയ ലോകം തീർച്ചയായിട്ടും പാവന ലോകമായിരിക്കും. ബാപ്പ് കിത്തന സിമ്പിൾ സമജാത്തേ ഹേ. ബാബ നിങ്ങൾ കുട്ടികൾക്ക് എത്ര സിമ്പിളായിട്ടാണ് അല്ലേ, വളരെ ലളിതമായ രീതിയിലാണ് ബാബ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. തുംകോ ബി സമജ് മേം ആത്താ ഹേ ഹം ബാപ്പ് കെ ബനേ ഹേ സ്വർഗ് കെ മാലിക് സരൂർ ബനേങ്കെ. അതായത് നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായി, അതായത് ഞങ്ങൾ ബാബയുടേതായി മാറി, നീ സ്വർഗത്തിൻ്റെ അധികാരികളായിട്ട് തീർച്ചയായിട്ടും മാറും. ബാബയുടേതായി മാറിക്കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും സ്വർഗത്തിൻ്റെ അധികാരികളായിട്ട് മാറുമല്ലോ. അതാണ് ബാബ പറയുന്നത്. ശിവബാബ ഹേ ബേഹദ് കാ മാലിക്. ശിവബാബ പരിധിയില്ലാത്ത അധികാരിയാണ്. ബാപ്പിനെ ഹി ആക്കർ സുഖശാന്തി ക വർഷ ദിയാദ. ബാബ തന്നെയാണ് വന്നിട്ട് സുഖശാന്തിയുടെ സമ്പത്ത് നൽകിയിരുന്നത്. സത്യുഗമേം സുഖത. സത്യുഗത്തിൽ വളരെ സുഖമായിരുന്നു. ബാക്കി സബ് ആത്മായേം ശാന്തിധാമേന്തി. ആ സമയത്ത് ബാക്കി എല്ലാ ആത്മാക്കളും എവിടെയായിരുന്നു? ശാന്തിധാമത്തിലായിരുന്നു എന്ന് ബാബ പറയാം. അബി ഇൻ ബാത്തോം കോ തും സമജത്തെ ഹോ. ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞുവെന്ന് ബാബ പറയാം. ശിവബാബ ക്യൂം ആയാ ഹോഗ ജരൂർ നയി ദുനിയ രചനെ. ശിവബാബ എന്തിനായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടായിരിക്കുക? തീർച്ചയായിട്ടും പുതിയ ലോകം സ്ഥാപിക്കാൻ തന്നെയാണ് ബാബ വന്നിരിക്കുന്നത്. പതീതുക്കോ പാവൻ ബനാനെ ആയേ ഹോങ്കെ. അതായത് പതീതരായിട്ടുള്ളവരെ പാവനമാക്കി മാറ്റുവാനാണ് ബാബ വന്നിരിക്കുന്നത്. ഊഞ്ച് കാര്യക്കിയാ ഹോഗ മനുഷ്യ ബിൽക്കുൽ ഗോർ അന്തിയാരാമേം ഹേ. അതായത് ശിവബാബ ഇവിടെ വന്നിട്ട് തീർച്ചയായിട്ടും ഉയർന്ന കാര്യം ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. മനുഷ്യരാണെങ്കിലോ തീർത്തും എന്താ പറയുക, അത്രയും അന്ധകാരത്തിലാണെന്ന് ബാബ പറയാം. അജ്ഞാനമാകുന്ന അന്ധകാരത്തിലാണ് മനുഷ്യർ. ബാബ കഹത്തെ ഹേ യഹ് ബി ഡ്രാമേ നൂന്ത് ഹേ. ബാബ പറയാണ് ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ് അല്ലേ. തും ബച്ചോം കോ ബാപ്പ് ബൈട്ട് ജഗാത്തെ ഹേ. നിങ്ങൾ കുട്ടികളെ ബാബ ഇരുന്ന് ഉണർത്തുകയാണ്. തുംകോ അബ് ഇസ് സാരേ ഡ്രാമ കാ പത്താ ഹേ കൈസെ നയി ദുനിയ ഫിർ പുരാനി ഹോത്തി ഹേ. നിങ്ങൾ കുട്ടികൾക്കിപ്പോൾ ഈ മുഴുവൻ ഡ്രാമയെയും കുറിച്ചറിയാം. അതായത് എങ്ങനെയാണോ പുതിയ ലോകം പിന്നെ പഴയതായി മാറുന്നത് അല്ലേ. പുതിയ ലോകം എങ്ങനെ ഉണ്ടാകുന്നു, പിന്നീട് ആ പുതിയ ലോകം എങ്ങനെ പഴയതായിട്ട് മാറുന്നു, ഇതെല്ലാം നിങ്ങൾ കുട്ടികൾക്ക് പറയാമെന്ന് ബാബ പറയാം. ബാപ്പ് കഹത്തെ ഹേ ഓർ സബ് കുച്ച് ചോട് ഏക് ബാപ്പ് കോ യാദ് കരോ. ബാബ പറയാണ് നിങ്ങൾ മറ്റെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കൂ, ഒരേ ഒരു ബാബയെ ഓർമ്മിക്കൂ. ഹംകോ കോയി ഇസെ നഫ്രത്ത് നഹി ആത്തി. നമ്മൾക്ക് വേറെ ആരോടും അങ്ങനെ ഒരു വെറുപ്പൊന്നും വരുന്നില്ല. യഹ് സംജാനാ പടുത്താ ഹേ. ഇത് മനസ്സിലാക്കി കൊടുക്കണമെന്ന് ബാബ പറയാ. ഡ്രാമ അനുസാർ മായാക്ക രാജ്യബി ഹോനാ ഹേ. ഡ്രാമയനുസരിച്ച് മായയുടെ രാജ്യവും ഇവിടെ വേണം അല്ലെ, ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. അബ് ഫിർ ബാപ്പ് കഹത്തെ ഹേ മീട്ടേ മീട്ടേ ബച്ചോം അബ് യഹ് ചക്ര പൂരാ ഹോത്താ ഹേ. ഇപ്പൊ ബാബ വീണ്ടും പറയുകയാണ്, മധുരമധുരമായ കുട്ടികളെ, ഇപ്പോൾ ഈ ഡ്രാമയുടെ ചക്രം പൂർത്തിയായിരിക്കുകയാണ്. അബ് തുംകോ ഈശ്വരീയ മത് മിൽത്തി ഹേ. ഇപ്പൊ നിങ്ങൾക്ക് ഈശ്വരീയ നിർദ്ദേശമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഉസ്പർ ചൽനാ ഹേ. അതനുസരിച്ചിട്ട് വേണം നിങ്ങളിപ്പോൾ നടക്കാനെന്ന് ബാബ പറയാ. അബ് 5 വികാരോം കി മദ് പർ നെഹി ചൽനാ ഹേ. ബാബ പറയുന്നത് ഇപ്പോൾ 5 വികാരങ്ങളുടെ ആ
മതമുണ്ടല്ലോ അതിൽ നിങ്ങൾ നടക്കരുത്. ആ നിർദ്ദേശാനുസരണം നിങ്ങൾ നടക്കരുത്. ആദാ കൽപ്പ് തും മായാക്കി മത് പർ ചൽ തമോ പ്രധാൻ ബനേഹോ. ബാബ പറയുന്നത് പകുതി കൽപ്പം നിങ്ങൾ ഈ മായയുടെ നിർദ്ദേശം അനുസരിച്ച് നടന്ന് നിങ്ങൾ എന്തായി മാറി? തമോ പ്രധാനമായിട്ട് മാറി എന്ന് ബാബ പറയാം. അബ് മേ തുംകോ സദോ പ്രധാൻ ബനാനെ ആയാഹോം. ബാബ പറയാണ്, ഇപ്പോൾ ഞാൻ നിങ്ങളെ സദോ പ്രധാനമാക്കി മാറ്റുന്നതിനാണ് വന്നിരിക്കുന്നത്. സദോ പ്രധാൻ തമോ പ്രധാൻ കാ യഹ് ഖേൽ ഹേ. അതായത് തമോ പ്രധാനത്തിൻ്റെയും സദോ പ്രധാനത്തിൻ്റെയും ഒരു കളിയാണ് ഇതെന്ന് ബാബ പറയാം. ഗ്ലാനിക്ക് കോയി ബാത്ത് നഹി. ഇവിടെ ഗ്ലാനി ചെയ്യേണ്ട ഒരു കാര്യവുമില്ല എന്ന് ബാബ പറയാം. കഹത്തെ ഹേ ഭഗവാൻ ने यह ആവാഗമൻ കാ നാടക് ഹി ക്യൂം രജ. അതായത് ബാബ പറയാണ്, മനുഷ്യർ ചോദിക്കും, ഭഗവാൻ എന്തിനാണ് ഈ വരവും പോക്കിൻ്റെയും ഈ നാടകമൊക്കെ രചിച്ചതെന്ന് ചോദിക്കും. ക്യൂം കാ സവാൽ ഹി നെഹി ഉഡ്ത. എന്തിനാണ് എന്ന ചോദ്യം തന്നെ ഉയർത്തേണ്ട കാര്യമില്ല എന്ന് ബാബ പറയാ. യഹ് തോ ഡ്രാമ കാ ചക്ര ഹേ. ഇത് ഡ്രാമയുടെ ചക്രമാണ് അല്ലേ. ജോ ഫിർ റിപ്പീറ്റ് ഹോത്താ രഹത്താ ഹേ. ആ ഡ്രാമ തന്നെയാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വരുന്നത് അല്ലേ. ഓരോ 5000 വർഷം കഴിയും തോറും ഈ സെയിം ഡ്രാമ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലെ. സെയിം ആ നാടകം തന്നെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ എന്തിനാണ് ബാബ ഇങ്ങനെ വരവിൻ്റെയും പോക്കിൻ്റെയും നാടകം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ, എന്തുകൊണ്ട് ഇങ്ങനെ, അങ്ങനെയുള്ള ഒരു ചോദ്യവും അവിടെ ഉന്നയിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ഡ്രാമ അതേപടി റിപ്പീറ്റ് ചെയ്യുകയാണ്. ഡ്രാമ അനാദി ഹേ. ഡ്രാമ അനാദിയാണ്. അബി ഹേ കലിയുഗ്. സത്യയുഗ് പാസ്റ്റ് ഹോ ഗയ. ഇപ്പൊ കലിയുഗമാണ്, സത്യയുഗമാണെങ്കിലോ പാസ്റ്റായി അല്ലെ, കഴിഞ്ഞു പോയി. അബ് ഫിർ ബാപ്പ് ആയേ ഹേ. ഇപ്പൊ വീണ്ടും ബാബ വന്നിരിക്കുകയാണ്. ബാബ ബാബ കഹത്തെ രഹോ തോ കല്യാൺ ഹോത്താ രഹേഗ. ബാബ പറയാണ്, നിങ്ങൾ ബാബ ബാബ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കൂ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മംഗളവും ഉണ്ടായിക്കൊണ്ടിരിക്കും. ബാപ്പ് കഹത്തെ ഹേ യഹ് അതിഗുഹ്യ രമണീക് ബാത്തേം ഹേ. ബാബ പറയാണ്, ഇത് വളരെ രഹസ്യമായ രമണീകമായ കാര്യങ്ങളാണെന്ന് ബാബ പറയാ. കഹത്തെ ഹേ ഷേർണിക്ക് ദൂത് ലിയേ സോനേക്ക ബർത്തൻ ചാഹിയേ. അതായത് ഇങ്ങനെ പറയുന്നുണ്ട്, സിംഹിണിയുടെ പാല് അതിരിക്കണമെങ്കിൽ സ്വർണ്ണപാത്രം തന്നെ വേണമെന്ന്. സോനേക്കി ബുദ്ധി കൈസേ ബനേങ്കി. ബാബ പറയുന്നത് ആ സ്വർണത്തിൻ്റെ ബുദ്ധിയായിട്ട് എങ്ങനെ മാറും? ആത്മാമേം ഹി ബുദ്ധി ഹേന. ആത്മാവിൽ തന്നെയല്ലേ ബുദ്ധി ഇരിക്കുന്നതെന്ന് ബാബ ചോദിക്കുക. ആത്മാ കഹത്തി ഹേ മേരി ബുദ്ധി അബ് ബാബ തരഫ് ഹേ. ആത്മാവ് തന്നെയാണ് പറയുന്നത്, എൻ്റെ ബുദ്ധി ഇപ്പോൾ ആർക്ക് നേരെയാണ്? ബാബയ്ക്കു നേരെയാണ്. മേ ബാബാക്കോ ബഹുത്ത് യാദ് കർത്താഹും. ഞാൻ ബാബയെ വളരെയധികം ഓർമ്മിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്നത് ആരാണ്? ആത്മാക്കളാണല്ലോ. ബൈട്ടെ ബൈട്ടെ ബുദ്ധി ഓർ തരഫ് ചലി ജാത്തി ഹേന. അങ്ങനെ ഇരുന്നിരുന്ന് പിന്നെ ബുദ്ധി പല സ്ഥലത്തേക്കും ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുന്ന ബാബ പറയാം. ബുദ്ധി മേം ദന്താ ദോരി യാദ് ആത്താ രഹേഗ. ബുദ്ധിയിലാണെങ്കിലോ ജോലി കാര്യങ്ങളെല്ലാം അങ്ങനെ വന്നുകൊണ്ടിരിക്കും. തോ തുമാരി ബാത്ത് ജൈസെ സുനേങ്കെ നെഹി മെഹനത്ത് ഹേ. അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ബാബയ്ക്ക് കേൾക്കാൻ സാധിക്കില്ല. കാരണം ബാബയുമായിട്ടുള്ള ആ ഒരു യോഗത്തിൽ ഏകാഗ്രമായിട്ടിരിക്കുമ്പോഴാണല്ലോ കേൾക്കുക. അതല്ല ബുദ്ധി അവിടെയും ഇവിടേക്കും അലയുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ കേൾക്കും? നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെ കേൾക്കുന്ന ബാബ ചോദിക്കാം. മെഹനത്ത് ഹേ. ഇതിന് പരിശ്രമമുണ്ടെന്ന് ബാബ പറയാ. ജിത്തന ജിത്തന മൗത്ത് നജ്ദീക് ആത്താ ജായേഗാ തും യാദ് മേ ബഹുത്ത് രഹേങ്കെ. ബാബ പറയണത്, എത്രത്തോളം മരണം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുവോ അത്രയും നിങ്ങൾ ഓർമ്മയിൽ നന്നായിട്ടിരിക്കുന്നു ബാബ പറയാം. മരണേ സമയ സബ് കഹത്തെ ഹേ ഭഗവാൻ കോ യാദ് കരോ. അല്ലേ, മരിക്കുന്ന സമയത്ത് എല്ലാവരും എന്താ പറയാ? സാധാരണ ഭക്തിമാർഗത്തിലും എന്താ പറയാ? ഭഗവാനെ ഓർമ്മിക്കാനാണല്ലോ പറയാ. അബ് ബാപ്പ് ഖുദ് കഹത്തെ ഹേ മുझे യാദ് കരോ. ഇപ്പൊ ബാബ സ്വയം പറയുകയാണ്, എന്നെ ഓർമ്മിക്കൂ. തും സബ്കി വാനപ്രസ്ഥ അവസ്ഥ ഹേ. നിങ്ങളെല്ലാവരുടെയും വാനപ്രസ്ഥ അവസ്ഥയാണ് എന്ന് ബാബ പറയാം. വാപ്പസ് ജാനാ ഹേ ഇസ്ലിയെ അബ് മുझे യാദ് കരോ. അപ്പം ബാബ പറയുന്നത് ഇപ്പം തിരിച്ചു പോകണം അല്ലെ. എല്ലാവർക്കും വാനപ്രസ്ഥ അവസ്ഥയാണ്. ചെറിയ കുട്ടികൾക്കായാലും യുവാക്കൾക്കായാലും ആർക്കായാലും
ഇപ്പൊ വാനപ്രസ്ഥ അവസ്ഥയാണ്, അതുകൊണ്ട് തിരിച്ചു പോകണം. അതുകൊണ്ട് ബാബ പറയാണ്, ഇപ്പോൾ നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ, എങ്കിലേ പാപം നശിക്കൂ. ദൂസരി കോയി ബാത്ത് നെഹി സുനോ, നിങ്ങൾ മറ്റുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ കേൾക്കരുതെന്ന് ബാബ പറയാ. ജന്മ ജന്മാന്തർ കെ പാപോം കാ ബോജ തുമാരെ സിർ പർ ഹേ. ബാബ പറയുന്നത്, ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള പാപത്തിന്റെ ഭാരം നിങ്ങൾ കുട്ടികളുടെ ശിരസിലുണ്ട്. ശിവബാബ കഹത്തെ ഹേ ഇസ് സമയ സബ് അജാമിൽ ഹേ. ബാബ പറയുകയാണ്, ഈ ഒരു സമയം എല്ലാവരും അജാമിലനെ പോലെയാണ്, അല്ലേ? അജാമിലന്മാരാണ്, അത്രയും പാപികളാണെന്ന് പറയാ ബാബ. മൂൽ ബാത്ത് ഹേ യാദ് കി യാത്ര ജിസ്സേ തും പാവൻ ബനേംഗെ ഫിർ ആപസ് മേം പ്രേം ബി ഹോനാ ചാഹിയെ. അപ്പൊ ബാബ പറയുന്നത്, മുഖ്യമായ കാര്യം എന്ന് പറയുന്നത് ഓർമ്മയുടെ യാത്ര തന്നെയാണ്. അതിലൂടെയാണ് നിങ്ങൾ എന്തായി മാറുന്നത്? പാവനമായിട്ട് മാറുന്നത്. പാവനമായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് ബാബ പറയുന്നത്? നിങ്ങൾക്ക് പരസ്പരം വളരെയധികം സ്നേഹവും ഉണ്ടായിരിക്കും. ഏക് ദോസെ റായ് ലേനി ചാഹിയെ, നിങ്ങൾ പരസ്പരം അഭിപ്രായം എടുക്കണമെന്ന് ബാബ പറയാ. ബാപ്പ് പ്രേം കാ സാഗർ ഹേന, ബാബ പ്രേമത്തിന്റെ സാഗരമല്ലേ എന്ന് ബാബ ചോദിക്കുക. തോ തുമ്പി ആപസ് മേ ബഹുത് പ്യാരെ ഹോനെ ചാഹിയെ. അപ്പൊ ബാബ പ്രേമത്തിന്റെ സാഗരമാണ്. അപ്പൊ ബാബയുടെ കുട്ടികളായ നമ്മളും എങ്ങനെയായിരിക്കണം? ബാബ പറയാണ്, നിങ്ങളും പരസ്പരം വളരെയധികം സ്നേഹമുണ്ടായിരിക്കണം എന്ന് ബാബ പറയാം. ദേഹി അഭിമാനി ബൻ ബാബുക്കോ യാദ് കർണാ ഹേ. ദേഹി അഭിമാനി, അതായത് ആത്മ അഭിമാനിയായിട്ട് മാറി നിങ്ങൾ ബാബയെ ഓർമ്മിക്കണമെന്ന് ബാബ പറയാം. ബഹൻ ബായ് ക സംബന്ധ് ബി തോടനാ പടുത്താ ഹേ, അതായത് സഹോദര സഹോദരി സംബന്ധം പോലും നിങ്ങൾക്ക് ഉപേക്ഷിക്കണം. ബായി ബഹൻ സേ ബി योग നഹി രഖോ, അതായത് സഹോദരൻ സഹോദരിയോട് പോലും യോഗം വെക്കരുത്. ഏക് ബാപ്പ് സേ ഹി योग രഖോ, ഒരേ ഒരു ബാബയുമായി മാത്രം നിങ്ങൾ യോഗം വെക്കൂ. ബാപ്പ് ആത്മാവോം കോ കഹത്തെ ഹേ മുझे യാദ് കരോ തോ തുമാരി വികാരി ദൃഷ്ടി ഖലാസ് ഹോ ജായേ. ബാബ പറയുന്നത്, നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വികാരി ദൃഷ്ടിയുണ്ടല്ലോ അത് അവസാനിക്കുമെന്ന് ബാബ പറയാ. കർമ്മേന്ദ്രിയോം സേ കോയി വികർമ്മ നഹി കർണാ ചാഹിയേ, അതായത് ബാബ പറയാണ്, കർമ്മേന്ദ്രിയത്തിലൂടെ നിങ്ങൾ യാതൊരു വികർമ്മവും ചെയ്യരുത്. മനസ്സാമേ തൂഫ ജരൂരായെങ്കിൽ, ബാബ പറയുന്നത് മനസ്സിൽ തീർച്ചയായിട്ടും കൊടുങ്കാറ്റ് വരും. യഹ് ബഡി മൻസിൽ ഹേ, കാരണം എന്തുകൊണ്ടാണ്? ഇത് വളരെ ഉയർന്ന ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ വലിയ ടെസ്റ്റ് പേപ്പറുകൾ തീർച്ചയായിട്ടും വരുന്ന ബാബ പറയാ. ബാബ കഹത്തെ ഹേ ദേഖോ കർമ്മേന്ദ്രിയാം ധോക്ക ദേത്തി ഹേ തോ ഖബർദാർ ഹോ ജാവോ. ബാബ പറയുന്നത്, ഈ കർമ്മേന്ദ്രിയങ്ങളെ തന്നെയാണ് ചതിക്കുക. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കണം, അല്ലെ? അലർട്ടായിരിക്കണം എന്ന് ബാബ പറയാ. അഗർ ഉൾട്ടാ കാം കർ ലിയ തോ കലാസ്. ബാബ പറയാണ്, അഥവാ നിങ്ങൾ കർമ്മേന്ദ്രിയങ്ങളിലൂടെ എന്തെങ്കിലും തെറ്റായിട്ടുള്ള കർമ്മം ചെയ്താൽ പിന്നെ കഴിഞ്ഞു. ചടേത്തോ ചാക്കേ വൈകുണ്ഠ കാ മാലിക്. ബാബ പറയാണ്, നിങ്ങൾ ഉയരുകയാണെങ്കിൽ, അല്ലേ, നിങ്ങൾക്ക് വൈകുണ്ഠ രസം കുടിക്കാം എന്ന് പറയുമല്ലോ. മെഹനത്ത് കെ സിവായി തോടെ ഹി കുച്ച് ഹോത്താ ഹേ. ബാബ പറയുന്നത്, പരിശ്രമം കൂടാതെ ഒന്നും തന്നെ നടക്കില്ല എന്ന് ബാബ പറയാ. ബഹുത്ത് മെഹനത്ത് ഹേ, വളരെയധികം പരിശ്രമിക്കുക തന്നെ വേണം. ദേഹ് സഹിദ് ദേഹ് കെ കോയി കോയി കോ തോ ബന്ധൻ നഹി ഹേ തോ ബി ഫസ് രഹത്തെ ഹേ. അതായത് മെഹനത്തുണ്ടെന്ന് ബാബ പറഞ്ഞില്ല, പരിശ്രമമുണ്ട്. അതായത് ദേഹസഹിതം ദേഹത്തിന്റെ സർവ്വ സംബന്ധങ്ങളെയും മറന്ന ഒരേ ഒരു ബാബയെ ഓർമ്മിക്കണം. അത് കുറച്ച് പരിശ്രമം തന്നെയാണ്. ചിലരാണെങ്കിൽ ബാബ പറയുന്നത് അവർക്കൊരു യാതൊരു ബന്ധനവും ഉണ്ടായിരിക്കില്ല, പക്ഷെ അവര് കുടുങ്ങിയിരിക്കും. ബാപ്പയ്ക്ക് ശ്രീമദ് പർ നഹി ചൽത്തേ ഹേ, അവർ ബാബയുടെ ശ്രീമതത്തിലൂടെയും നടക്കില്ല എന്ന് ബാബ പറയാ. ലാക്ക് ദോ ഹേ ബൽ ബഡാ കുടുംബ് ഹേ തോബി ബാബ കഹേങ്കെ ജാസ്തി ദന്തേ ആദിമേ നഹി ഫസോ. അതായത് നിങ്ങൾക്ക് ലക്ഷങ്ങൾ തരാന്ന് പറഞ്ഞാലും, അഥവാ വലിയ കുടുംബമാണ്, അങ്ങനെയാ എന്ത് തന്നെയായാലും ബാബ പറയുന്നത്, നിങ്ങൾ വളരെ കൂടുതലായിട്ട് ഈ ജോലി കാര്യങ്ങളിൽ മുഴുകരുത്, അതിൽ കുടുങ്ങിപ്പോകരുതെന്ന് ബാബ പറയാം.
വാനപ്രസ്ഥി ബൻ ജാവോ, നിങ്ങൾ വാനപ്രസ്ഥിയായിട്ട് മാറോ. ഖർച്ച ആദി കം കർലോ, അതായത് ചിലവെല്ലാം നിങ്ങൾ വളരെ ചുരുക്കി ചെയ്യാൻ പറയാ ബാബ. ഗരീബ് ലോക കിത്തന സാധാരണ ചലത്തേ ഹേ, ബാബ പറയുന്നത് പാവപ്പെട്ടവരെ നോക്കൂ, അവരെത്ര സാധാരണമായിട്ടാണ് നടക്കുന്നത്. അബി ക്യാ ക്യാ ചീസേം നിക്കൽത്തി ഹേ, ഇപ്പോൾ എന്തെല്ലാം വസ്തുക്കളാണ് പുതിയത് വരുന്നത്. ബാത്ത് മത്ത് പൂച്ചോ, ബാബ പറഞ്ഞ ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാം, അത്രയ്ക്കും പുതിയ പുതിയ കാര്യങ്ങളാണ് വരുന്നത്. കർച്ച ഹി കർച്ച സാഹൂകാർക്ക ചൽത്താഹെ, അപ്പോൾ ഈ ധനവാന്മാർക്കാണെങ്കിലോ ചിലവ് തന്നെ ചിലവാണ്. നെഹീത്തോ പേട്ടുക്കോ ക്യാ ചാഹിയെ, ബാബ പറയുന്നത് നമ്മൾക്ക് വയറിന് എന്താണ് വേണ്ടത്. ഏക്ക് പാവ് ആട്ട, അതായത് ഒരു പിടി ധാന്യം, അത്രേ വേണ്ടൂ നമുക്ക് വയറിന്. അതിനായിട്ട് ഇങ്ങനെ എത്രമാത്രം ചെലവുകളൊക്കെ ചെയ്യുന്നതെന്ന് ബാബ ചോദിക്കുക. അപ്പം അതുകൊണ്ടാണ് ബാബ പറയുന്നത് നിങ്ങൾ ചിലവ് വളരെ ചുരുക്കി ചെയ്യൂ, അതാണ് ബാബ പറയുന്നത്. അച്ഛാ मीठे मीठे सिकीलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी माता पिता बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. ഇനി ബാബ ധാരണയ്ക്കുള്ള മുഖ്യ സാരം പറയാണ്. फर्स्ट पॉइंट, आपस में बहुत बहुत प्यारे बनना है, लेकिन भाई बहन से योग नहीं रखना है. ബാബ പറഞ്ഞു നിങ്ങൾ പരസ്പരം വളരെ വളരെ സ്നേഹത്തിലിരിക്കണം. പക്ഷെ ബാബ പറയാണ് സഹോദരി സഹോദരനോടുള്ള യോഗമുണ്ടല്ലോ അതുണ്ടാകാൻ പാടില്ല എന്ന് ബാബ പറയാം, അത് വെക്കരുത്. കർമ്മേന്ദ്രിയോം സേ കോയി ബി വികർമ്മ നഹി കർണാ ഹെ, കർമ്മേന്ദ്രിയങ്ങളിലൂടെ യാതൊരു വികർമ്മവും നിങ്ങൾ ചെയ്യരുത്. സെക്കൻഡ് പോയിന്റ്, ഏക് ഈശ്വരീയ മത് പർ ചൽക്കർ സദോ പ്രധാൻ ബന്നാ ഹെ. ബാബ പറയാണ് ഒരേ ഒരു ഈശ്വരന്റെ നിർദ്ദേശത്തിലൂടെ നടന്ന് നിങ്ങൾ സദോ പ്രധാനമായിട്ട് മാറണം. മായാക്കി മത് ചോട് ദേനി ഹെ, മായയുടെ നിർദ്ദേശങ്ങളെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കണം. ആപസ് മേം സംഘടൻ മസ്ബൂത്ത് കർണാ ഹെ, ഏക് ദോ കെ മദദ്ഗാർ ബന്നാ ഹെ. ബാബ പറയുന്നത് നിങ്ങൾ പരസ്പരം സംഘടന വളരെ സ്ട്രോങ് ആക്കണം, അതുപോലെ മറ്റുള്ള പരസ്പരം നിങ്ങൾ സഹായികളായിട്ട് മാറുകയും വേണമെന്ന് ബാബ പറയാം. ഈ ബാബ വരദാനം പറയാണ്. ലക്ഷ്യ കെ പ്രമാൺ ലക്ഷൺ കെ ബാലൻസ് की कला द्वारा चढ़ती कला का अनुभव करने वाले बाप समान संपन्न भव. അതായത് ബാബ പറയാണ്, വരദാനം പറയാണ്, അതായത് ലക്ഷ്യത്തിനനുസരിച്ച് ലക്ഷണത്തിൻ്റെ സന്തുലനത്തിൻ്റെ കലയിലൂടെ ഉയരുന്ന കലയുടെ അനുഭവം ചെയ്യുന്ന ബാബ് സമാനം സമ്പന്നമായി ഭവിക്കട്ടെ. അപ്പം ലക്ഷ്യത്തിനനുസരിച്ചായിരിക്കണം ലക്ഷണം, അല്ലേ? ആ ഒരു സന്തുലനം വേണമെന്ന് ബാബ പറയാം. അപ്പം ബാബ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബച്ചോ മേം വിശ്വ കല്യാൺ കി കാമന ബി ഹേ തോ ബാബ് സമാൻ ബന്നെ കി ശ്രേഷ്ഠ ഇച്ഛ ബി ഹേ. അതായത് കുട്ടികളിലാണെങ്കിൽ അതായത് ലോകത്തിൻ്റെ മംഗളം ചെയ്യാനുള്ള ആഗ്രഹവുമുണ്ട്, അതുപോലെ ബാബയ്ക്ക് സമാനമായിട്ട് മാറുക എന്ന ശ്രേഷ്ഠ ഇച്ഛയുമുണ്ട്. ലേക്കിൻ ലക്ഷ്യ കെ പ്രമാൺ ജോ ലക്ഷൺ സ്വയം കോ വാ സർവ് കോ ദിക്കായി ദേ ഉസ്മേം അന്തർ ഹെ. പക്ഷെ ബാബ പറയുന്നത് ലക്ഷ്യത്തിന് അനുസരിച്ചുള്ള ലക്ഷണമുണ്ടല്ലോ, ആ ഒരു ലക്ഷണത്തിൻ്റെ കുറവ് അത് കാണുന്നുണ്ടെന്ന് ബാബ പറയാം. അതിൻ്റെ അന്തരമുണ്ട്, അതായത് സ്വയത്തിലും അതുപോലെ മറ്റുള്ളവർക്കും കാണപ്പെടണം. ലക്ഷ്യത്തിന് അനുസരിച്ചുള്ള ലക്ഷണം കാണപ്പെടണം, പക്ഷെ അതിൽ അന്തരമുണ്ടെന്ന് ബാബ പറയാം. इसलिए बैलेंस करने की कला अब चढ़ती कला में लाकर इस अंदर को मिटावो. അപ്പോൾ ബാബ പറയുന്നത് അതിനാൽ സന്തുലനത്തിൻ്റെ കല ഇനി ഉയരുന്ന കലയിലേക്ക് കൊണ്ടുവന്നിട്ട് അതിൻ്റെ അന്തരത്തെ അകറ്റൂ. അതായത് ലക്ഷ്യവും ലക്ഷണവും അതിൽ എന്താണ് അന്തരം വരാൻ പാടില്ല. എന്താണോ ലക്ഷ്യം അതിനനുസരിച്ച് ലക്ഷണം കാണപ്പെടണം. അതിൽ അന്തരമുണ്ടെങ്കിൽ അതിനെ അകറ്റണം. അതാ ബാബ പറയുന്നത് അവിടെ സന്തുലനത്തിൻ്റെ കല, ബാലൻസിൻ്റെ ആ കലയുണ്ടല്ലോ,
അത് ഉയരുന്ന കലയിലേക്ക് കൊണ്ടുവന്നിട്ട് ആ അന്തരത്തെ അകറ്റൂ എന്ന് ബാബ പറയാം. संकल्प है लेकिन दृढ़ता संपन्न संकल्प हो तो बाप समान संपन्न बनने का वरदान प्राप्त हो जाएगा. അതായത് ബാബ പറഞ്ഞത് സങ്കല്പമുണ്ട്, പക്ഷേ ദൃഢത സമ്പന്നമായ സങ്കല്പം വേണം. ബാബ പറയുന്നതാണ് ദൃഢത സമ്പന്നമായ സങ്കല്പം വേണം. അങ്ങനെയാണെങ്കിൽ ബാബ പറയുന്നത് ബാബയ്ക്ക് സമാനം സമ്പന്നമാകുന്നതിനുള്ള വരദാനം അപ്പോൾ പ്രാപ്തമാകും. എങ്ങനെയാണെങ്കിൽ സങ്കല്പം ദൃഢത സമ്പന്നമാണെങ്കിലാണ് ബാബയ്ക്ക് സമാനമായി മാറുന്നതിനുള്ള വരദാനം പ്രാപ്തമാവുക. अभी जो स्वदर्शन और परदर्शन दोनों चक्र घूमते हैं, व्यर्थ बातों के जो त्रिकालदर्शी बन जाते हो, इसका परिवर्तन कर സ്വചിന്തക് സ്വദർശൻ ചക്രധാരി ബനോ. അപ്പോൾ ബാബ പറയാണ്, ഇപ്പോൾ കറങ്ങുന്ന അതായത് സ്വദർശനത്തിൻ്റെയും പരദർശനത്തിൻ്റെയും ചക്രങ്ങൾ, അതുപോലെ വ്യർത്ഥ കാര്യങ്ങളിൽ ത്രികാലദർശിയാകുന്നത്, ഇവയെ പരിവർത്തനം ചെയ്യാൻ ബാബ പറയാ. ഇവയെ പരിവർത്തനം ചെയ്ത് സ്വചിന്തക സ്വദർശന ചക്രധാരിയായിട്ട് മാറൂ. സ്വയത്തെ വേണം, അതായത് ഈ വ്യർത്ഥ കാര്യങ്ങളെ കുറിച്ചിട്ട് ത്രികാലദർശിയായിട്ട് കാര്യമില്ലല്ലോ. അവയൊക്കെ പരിവർത്തനം ചെയ്ത് സ്വചിന്തകം, അതായത് നമ്മളെക്കുറിച്ച് വേണം ചിന്തിക്കാൻ. അതുപോലെ സ്വദർശന ചക്രധാരിയുമായിട്ട് മാറൂ എന്ന് ബാബ പറയാം. ഈ ബാബ സ്ലോഗൻ പറയാണ്, സേവാ കാ ഭാഗ്യ പ്രാപ്ത് ഹോനാ ഹി സബ്സേ ബഡാ ഭാഗ്യ ഹേ. അതായത് സേവനത്തിൻ്റെ ഭാഗ്യം ലഭിക്കുക, അതുതന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ബാബ പറയാം. ഇനി അവ്യക്ത സൂചന, അശരീരി വ വിദേഹി സ്ഥിതി കാ അഭ്യാസ് ബഡാവോ. അതായത് അശരീരി അല്ലെങ്കിൽ വിദേഹി ആ സ്ഥിതിയുടെ അഭ്യാസം വർദ്ധിപ്പിക്കൂ എന്ന് ബാബ പറയാം. അഭ്യാസ് കരോ ദേഹ് ഓർ ദേഹ് കെ ദേശ് കോ ഭൂൽ അശരീരി പരംധാം നിവാസി ബൻ ജാവോ. അതായത് ബാബ പറയാണ്, അഭ്യാസം ചെയ്യൂ, അതായത് ദേഹവും ദേഹത്തിൻ്റെ ദേശവും മറന്ന് അശരീരി പരംധാം നിവാസിയായിട്ട് മാറൂ. ദേഹം മറക്കണം, ദേഹത്തിൻ്റെ സംബന്ധങ്ങളെല്ലാം മറന്ന് ആ ദേശമെല്ലാം മറന്ന് അശരീരി പരംധാം നിവാസിയാകൂ. പിന്നീട് ബാബ പറയാണ്, പരംധാം നിവാസി സെ അവ്യക്ത സ്ഥിതിമേം സ്ഥിത് ഹോ ജാവോ. ആദ്യം പരംധാം നിവാസിയായിട്ട് മാറാം, പിന്നെ അതിൽ നിന്നും എന്തായി മാറാം, അവ്യക്ത സ്ഥിതിയിലേക്ക് വരാം. പിന്നീട് ബാബ പറയാണ്, ഫിർ സേവാക്കെ പ്രതി ആവാസ്മേമാവോ. പിന്നീട് സേവനത്തെ പ്രതി നിങ്ങൾ ശബ്ദത്തിലേക്ക് വരൂ. അതായത് 3 സ്റ്റേജിലേക്കും പോകാനാണ് ബാബ പറയുന്നത്. സേവാ കർത്തേ ഹുയേ ബി അപ്പനെ സ്വരൂപ് കി സ്മൃതി മേ രഹോ. അതായത് സേവനം ചെയ്യുമ്പോഴും തൻ്റെ യഥാർത്ഥ ആ സ്വരൂപത്തെ അതിനെ സ്മൃതിയിൽ വെക്കൂ എന്ന് ബാബ പറയാം. അപ്പനി ബുദ്ധി കോ ജഹാം ചാഹോ വഹാം ഏക് സെക്കൻഡ് സേ ബി കം സമയമേം ലഗാ ലോ തബ് പാസ് വിത്ത് ഓണർ ബനേങ്കെ. അതായത് ബാബ പറയുന്നത്, തൻ്റെ ബുദ്ധിയെ എവിടെ വെക്കാനാണോ ആഗ്രഹിക്കുന്നത് അവിടെ 1 സെക്കൻഡിനും താഴെ സമയം നിങ്ങൾ വെക്കാൻ സാധിക്കണം. 1 സെക്കൻഡിനും താഴെയുള്ള സമയത്ത് അതിൽ വെക്കാൻ നിങ്ങൾക്ക് കഴിയണമെന്ന് ബാബ പറയാം. അങ്ങനെയാണെങ്കിൽ പാസ് വിത്ത് ഓണറായിട്ട് മാറാമെന്ന് ബാബ പറയാം. അതായത് ബുദ്ധി എവിടെ വേണമോ അവിടെ 1 സെക്കൻഡിനേക്കാൾ കുറഞ്ഞ സമയത്തിൽ വെക്കാനാണ് ബാബ പറയുന്നത്. അപ്പോഴാണ് പാസ് വിത്ത് ഓണറായിട്ട് മാറാ എന്ന് ബാബ പറയാം. ഓം ശാന്തി. നമുക്കൊരു മിനിറ്റ് ബാബേനെ ഓർമ്മിക്കാം. ഓം ശാന്തി.